തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്ത് ചെന്ന് കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ല് ഉരുട്ടി അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, യാക്കോബ് ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. യാക്കോബ് ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. അതിന് മുന്നമേ അവിടെ എഴുതിയിരിക്കുകയാണ്, യാക്കോബ് ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നതിന് മുന്നമേ അടുത്ത വാക്കിങ്ങനെ എഴുതിയിരിക്കുന്നു. ആമേൻ. യാക്കോബ് അടുത്തു ചെന്ന് കിണറിൻ്റെ വായ്ക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റി. കിണറിൻ്റെ വായ്ക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റി. അതിൻ്റെയും മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യാക്കോബ് തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ മകൾ റാഹേലിനെയും ലാബാൻ്റെ ആടുകളെയും കണ്ടപ്പോൾ. ഇവിടെ 3 കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന്, യാക്കോബ് റാഹേലിനെയും ആടുകളെയും കണ്ടു. 2, യാക്കോബ് ഒരു കല്ലിനെ ഉരുട്ടി മാറ്റി. 3, യാക്കോബ് വെള്ളത്തെ കൊടുത്തു. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ടെ, എന്നെ കാണുന്ന ഒരുത്തനുണ്ട്, എനിക്ക് വേണ്ടി കല്ലുകളെ ഉരുട്ടി മാറ്റുന്ന ഒരുത്തനുണ്ട്, എനിക്ക് വേണ്ടി വെള്ളം തരുന്ന ഒരുത്തനുണ്ട്. അന്ന് വരെ ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തിരുന്നത് റാഹേലായിരുന്നു. എന്നാൽ റാഹേലിനെ യാക്കോബ് കണ്ട ഉടനെ, ഞാൻ പറയട്ടെ, റാഹേലിനെ യാക്കോബ് കണ്ട ഉടനെ പിന്നെ റാഹേൽ മേയിച്ചിരുന്ന ആടുകൾക്ക് ആരാണ് വെള്ളം കൊടുക്കാൻ തുടങ്ങിയത്? യാക്കോബാണ് വെള്ളം കൊടുക്കാൻ തുടങ്ങിയത്. ഇന്ന് പകൽ ഞാൻ അതിൽ നിന്നൊരു കാര്യം പറഞ്ഞ് മുമ്പോട്ട് കയറട്ടെ. നിനക്കൊരു കർത്താവുണ്ട്. അവൻ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് വരെ നീ വെള്ളം കോരി കൊടുത്തിരുന്ന വിഷയങ്ങൾക്കകത്ത്, ഇന്ന് വരെ നീ ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്ത്, ഇന്ന് വരെ നീ ഭാരപ്പെട്ട വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെടുവാൻ വേറെ ഒരുത്തനുണ്ട്. ആമേൻ. അന്ന് വരെ റാഹേലായിരുന്നു വെള്ളം കോരി ആടുകൾക്ക് കൊടുത്തത്. പക്ഷേ എന്ന് യാക്കോബ് റാഹേലിനെ കണ്ടോ, അന്ന് തുടങ്ങി റാഹേൽ വെള്ളം കോരുന്നത് നിർത്തി. അന്ന് വരെ റാഹേലിൻ്റെ കാത്തിരിപ്പ് മാറി. പകരം എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? അവിടെ യാക്കോബ് വെള്ളം കൊടുക്കുവാൻ തുടങ്ങി. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ എത്ര പേർ വിശ്വസിക്കുന്നു 2026 മെയ് മാസം വരെ ഞാൻ കോരിയിരുന്ന ചില വിഷയങ്ങൾ എൻ്റെ കർത്താവ് കോരാൻ തുടങ്ങുകയാണ്. ഞാൻ ഭാരപ്പെട്ട ചില വിഷയങ്ങളിൽ ദൈവം ഭാരപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറഞ്ഞത്, നിന്റെ ഭാരം ആമേൻ അവിടെ വെച്ചേരെ ഞാൻ സൗകര്യം പോലെ എടുത്തുകൊള്ളാമെന്നല്ല പറഞ്ഞത്. നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുകയാണ്, പ്രാർത്ഥനാ സ്ഥലത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൈമാറ്റമാണ്. എൻ്റെ ഭാരം ദൈവത്തിൻ്റെ മുകളിലേക്ക് വെക്കുക. ഞാൻ ഭാരം ഒഴിഞ്ഞവനായി മാറും, കർത്താവ് ഭാരം ഏറ്റെടുക്കുന്നവനായി മാറും. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ബെഥാനിയിലെ ലാസറിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. യേശു ലാസറിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ തോമസ് എന്ന് പറയുന്ന മറ്റു ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞു, നമുക്ക് അവൻ്റെ കൂടെ പോയി എന്തെങ്കിലും വിടുതൽ കാണാമെന്നല്ല, നമുക്ക് അവൻ്റെ കൂടെ പോയി സുവിശേഷം പ്രസംഗിക്കാമെന്നല്ല, നമുക്ക് അവൻ്റെ കൂടെ പോയി എന്തെങ്കിലും അനുഗ്രഹം പ്രാപിക്കാമെന്നല്ല. പകരം കൂടെയുള്ള ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞു, രോഗിയായി കിടന്നപ്പോൾ പോലും പോയില്ല. അന്നെങ്കിലും പോയിരുന്നെങ്കിൽ തല്ലുകൊള്ളാതെ പോരാമായിരുന്നോ? ഇത് മരിച്ച അടക്കത്തിനും പോയില്ല. അടക്കവും കഴിഞ്ഞതേ ഇങ്ങേര് 4-ാം ദിവസം പോവുകയാ. ഇന്ന് അടി ഉറപ്പാണെന്നല്ല പറഞ്ഞത്, നമുക്കും അവനോടുകൂടെ മരിപ്പാൻ പോകാം. തോമസ് യേശുവിനോടുകൂടെ ബഥാനിയിലേക്ക് നടക്കുമ്പോൾ തോമസ് മുമ്പിൽ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചല്ല നടന്നത്, മുമ്പിൽ ഒരു വിടുതൽ പ്രതീക്ഷിച്ചല്ല നടന്നത്. പക്ഷെ വിട്ടുപിരിയാൻ കഴിയാത്ത ഒരു ബന്ധം യേശുവുമായി തോമസിനുണ്ടായിരുന്നത് കൊണ്ട് തോമസ് അനുഗമിച്ചു ചെല്ലുകയായിരുന്നു. ആ ബഥാനിയുടെ പടിവാതിൽക്കൽ ചെന്ന് നിൽക്കുന്ന, ആ ഗ്രാമത്തിന്റെ പടിവാതിൽക്കൽ ചെന്ന് നിൽക്കുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് മർത്ത വന്ന് കരഞ്ഞു. യേശു ഗ്രാമത്തിനകത്തേക്ക് കയറിയില്ല. യേശു പറഞ്ഞു, മർത്ത, നീ വിചാരപ്പെടുന്നവളാണ്, നീ ഭാരപ്പെടുന്നവളാണ്, നീ സങ്കടപ്പെടുന്നവളാണ്. എന്നാൽ നിന്റെ വീട്ടിൽ വേറെ ഒരുത്തിയുണ്ട്, അവളെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. മർത്ത ഓടിച്ചെന്ന് മറിയത്തിന്റെ അടുക്കൽ പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. മറിയം ഓടി ഗ്രാമവാതിൽക്കൽ വന്ന് ബഥാന്യയുടെ പടിവാതിൽക്കൽ വന്ന് യേശുവിനെ ആരാധിച്ചു. യേശു അകത്തേക്ക് കയറുവാൻ തുടങ്ങി. ആകുലതകളുടെ നടുവിലല്ല യേശു ബഥാന്യയിലേക്ക് കയറിയത്, ആരാധനയുടെ നടുവിലാണ് യേശു ബഥാന്യയിലേക്ക് കയറിയത്.
മാറിയത്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ ആകുലതകളിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്, നിന്റെ ആരാധനകളിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നിന്റെ പ്രശ്നങ്ങളെ ഓർത്ത് ആകുലപ്പെടുകയല്ല, ആരാധിച്ചു തുടങ്ങട്ടെ. ഞാൻ അതിൻ്റെ വിഷയത്തെ ഇതാണ് പറയുന്നത്. യേശു ബഥാന്യയുടെ പടിവാതിൽക്കൽ നിൽക്കുന്നുവെന്നറിഞ്ഞ് മറിയം അവളുടെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. അവൾ ഓടുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് യഹൂദന്മാരൊക്കെ പറഞ്ഞു, ഇത്ര നേരം വീട്ടിലിരുന്ന് കരഞ്ഞു, ഇനിയും അവൾ ഒരുപക്ഷെ കല്ലറയിൽ കരയുവാൻ പോവുകയായിരിക്കാം. അപ്പോൾ മറിയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ? കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ? പക്ഷെ ബഥാന്യയുടെ പടിവാതിൽക്കൽ ചെന്ന് അവൾ യേശുവിനെ വീണ് നമസ്കരിച്ച് അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? മറിയം കരച്ചിൽ നിർത്തി. ആമേൻ. മറിയം യേശുവിൻ്റെ അടുക്കൽ പറയുകയാണ്, നിന്റെ പുനരുദ്ധാനത്തിൽ അവൻ എഴുന്നേറ്റ് വരും, കുഴപ്പമില്ല, നമുക്ക് സാരമില്ല. പക്ഷേ അവിടെ കരയുന്നത് ആരാണെന്നറിയാമോ? യേശു കണ്ണുനീര് വാർത്തോ. ആമേൻ. മറിയം യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മറിയം കണ്ണുനീര് തുടച്ചു. പക്ഷെ മറിയം കരഞ്ഞുകൊണ്ടിരുന്ന ആ കണ്ണുനീർ ചാലുകൾ ആരുടെ കവിൾത്തടങ്ങളിൽ കൂടെ ഒഴുകാൻ തുടങ്ങി? യേശുവിൻ്റെ കവിൾത്തടങ്ങളിൽ കൂടെ ഒഴുകാൻ തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്. യാക്കോബ് റാഹേലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് റാഹേൽ അല്ല വെള്ളം കോരുന്നത്, യാക്കോബാണ് വെള്ളം കോരി കൊടുക്കുന്നത്. മറിയം യേശുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ണുനീര് മറിയത്തിന്റെ കവിൾത്തടത്തിലല്ല, യേശുവിന്റെ കവിൾത്തടങ്ങളിലാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ടെ, നിന്റെ പ്രശ്നങ്ങളിൽ ഒരു സജഷൻ പറയുന്നവനല്ല ദൈവ, നിന്റെ പ്രതികൂലങ്ങളിൽ ഒരു അഭിപ്രായം പറയുന്നവനല്ല നിന്റെ കർത്താവ്. പകരം വിശ്വസിച്ചാട്ടെ, എൻ്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്നവനാണ് എൻ്റെ യേശു. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. എൻ്റെ പ്രശ്നങ്ങളിൽ അനുകമ്പ കാണിക്കുന്നവനല്ല, എൻ്റെ പ്രശ്നങ്ങളിൽ ഒരു അനുഭാവം കാണിക്കുന്നവനല്ല, എൻ്റെ പ്രശ്നങ്ങളിൽ അഭിപ്രായം പറയുന്നവനുമല്ല, എൻ്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്നവനാണ് ദൈവ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ പകലിൽ നീണ്ട ഒരാഴ്ച നിരന്തരം വചനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആരാധനയുടെയും മുമ്പാകെ കാത്തിരുന്ന ദൈവജനത്തിൻ്റെ അടുക്കൽ ഈ അവസാന പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ചില കൈകൾ കൊട്ടവിട്ടൊഴിയട്ടെ, ചില ഭാരങ്ങൾ മാറ്റപ്പെടട്ടെ. ഇനി നീ വെള്ളം കോരുകയില്ല. യാക്കോബ് റാഹേലിനെ കണ്ടപ്പോൾ അവൻ അടുത്തു ചെന്ന് കിണറിൻ്റെ വൈക്കലുള്ള കല്ല് ഉരുട്ടി മാറ്റി അവൻ ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. എൻ്റെ പ്രശ്നങ്ങളെ യേശു ഏറ്റെടുക്കുന്നത് കൊണ്ട് സ്തോത്ര, എൻ്റെ പ്രതികൂലങ്ങളെ യേശു ഏറ്റെടുക്കുന്നത് കൊണ്ട് സ്തോത്ര. ചെങ്കടലിന്റെ തീരത്ത് പിന്തുടരുന്ന ഫറവോന്യ സൈന്യത്തിന്റെ കുതിരക്കുളമ്പടികളും രഥചക്രത്തിന്റെ ശബ്ദവും കേൾക്കുന്ന ഇസ്രായേലിന്റെ നടുവിൽ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങി. മോശെ, നീ അവനോട് പറയണം, ഈ പടയിൽ നീ പൊരുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ മിണ്ടാതെ ഇരിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാം. യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം എന്റേതത്രേ. ഇന്ന് പകൽക്കാല ജാതീയ ശക്തികളുമായി, ഇരുട്ടിന്റെ അധികാരങ്ങളുമായി, അന്ധകാരത്തിന്റെ പോർമണ്ഡലങ്ങളിൽ യുദ്ധമുന്നണിയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകൽക്കാല യുദ്ധം നിന്റേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ. ഇന്ന് പകൽക്കാല നിന്റെ യുദ്ധമുന്നണിയിൽ നീ പിൻവാങ്ങുകയാണ്. പകരം ദൈവത്തിന്റെ സൈന്യം നിന്റെ മുൻപാകെ ഇറങ്ങി വരികയാണ്. ഏശാവ് ഒരു കൂട്ടമായി തൻ്റെ നേരെ കടന്നു വരുന്നുവെന്നറിഞ്ഞപ്പോൾ യാക്കോബ് ഭയപ്പെട്ടു. പക്ഷേ ഏശാവിന്റെ പട്ടാളത്തെ കാണുന്നതിന് മുന്നമേ യാക്കോബ് മഹനയീമിനെ കണ്ടോ, ദൈവത്തിന്റെ സേന ഇറങ്ങി വരുന്നത് കണ്ടോ. ഇന്ന് പകൽ യാക്കോബേ, നിനക്കും ഏശാവിനും മധ്യേ ഒരു മഹനയീം ഇറങ്ങുന്ന, ദൈവത്തിന്റെ സേന ഇറങ്ങുന്ന, യുദ്ധങ്ങളെ ഏറ്റെടുക്കുന്ന ദൈവമഹത്വത്തിന്, ദൈവകൃപയ്ക്ക് ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ലാബാലാസി ഹലാമനാദിയാദരാ സബാരാധാന മഹർഷ്യ പ്രവർത്താനി. റാഹേൽ യാക്കോബിനെ കണ്ടതല്ല,
യാക്കോബ് റാഹേലിനെ കണ്ടതാണ്. യാക്കോബ് റാഹേലിനെ കണ്ടു. റാഹേൽ യാക്കോബിനെ കണ്ട് കാര്യം പറഞ്ഞപ്പോഴല്ല, പകരം യാക്കോബ് റാഹേലിനെ കണ്ട് കിണറിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റി ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. ലാബാൻ്റെ ആടുകൾക്ക് യാക്കോബ് വെള്ളം കൊടുക്കാൻ തുടങ്ങിയ അവിടം തുടങ്ങി 2 ദശാബ്ദം കൊണ്ട് ലാബാൻ്റെ ആടുകൾ പെരുകി വലിയൊരു സമൂഹമായി തീർന്നു. ഇന്ന് പകൽ നീ അറിയണം, അവൻ നിന്നെ കുടിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദാഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ, ആമേൻ, സൗജന്യമായി വാങ്ങി കുടിക്കട്ടെ എന്ന് പറഞ്ഞ യാക്കോബിൻ്റെ കിണറിൻ്റെ ഉറവിങ്കലിരുന്നു കൊണ്ട് യേശു ശമരിയ സ്ത്രീയുടെ അടുക്കൽ പറഞ്ഞു, യാക്കോബ് ഉരുട്ടി മാറ്റിയ കിണറ്റിങ്കൽ നിന്നല്ല നീ കുടിക്കേണ്ടത്, അതൊരു നിഴല് മാത്രമാണ്. അതിനപ്പുറം എൻ്റെ അടുക്കൽ വാ, എൻ്റെ അടുക്കൽ വെള്ളം ചോദിക്ക്. ആകയാൽ യാക്കോബ് ഒരു നിഴലായിരുന്നു. ജീവന്റെ വെള്ളം, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളം, അത് ഞാൻ സാധ്യമാക്കി തരാം. ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. 29-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് യാത്ര ചെയ്ത് കിഴക്കരുടെ ദേശത്തെത്തി. ആമേൻ. അവിടെ അതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ വെളിമ്പ്രദേശത്ത് ഒരു കിണർ കണ്ടോ എഴുതിയിരിക്കുന്നത്, അവൻ വെളിമ്പ്രദേശത്ത് ഒരു കിണർ കണ്ടോ. ആ കിണറിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കൊരു ഒരു രസകരമല്ലാതെ, അത്ര സുഖകരമല്ലാതെ തോന്നുന്നുണ്ടോ? വെളിമ്പ്രദേശത്ത് ഒരു കിണർ കണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, ഒരു കിണർ ഉണ്ടെങ്കിൽ ആ കിണറിൻ്റെ ചുറ്റുവട്ടത്തിൽ എന്തുണ്ടായിരിക്കുമെന്നറിയാമോ? ആൾതാമസം ഉണ്ടായിരിക്കും, വീടുകൾ ഉണ്ടായിരിക്കും, കൃഷി ഉണ്ടായിരിക്കും. പക്ഷേ ഈ കിണറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ കിണറിൻ്റെ ചുറ്റും എന്താണ്? വെളിമ്പ്രദേശമാണ്. എന്ന് പറഞ്ഞാൽ ആ കിണർ പ്രയോജനപ്പെടേണ്ടവണ്ണം പ്രയോജനപ്പെടുന്നില്ല. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ചില നല്ല കിണറുകൾക്ക് ചുറ്റും വെളിമ്പ്രദേശമാക്കി കളഞ്ഞ മേഖലകൾക്കകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാകണം. ആമേൻ. കിണർ നല്ലതാണ്, കിണറ്റിൽ വെള്ളമുണ്ട്, പക്ഷെ കിണറിന് ചുറ്റും വെളിമ്പ്രദേശമായി കിടക്കുകയാ. നിനക്ക് നല്ല പ്രസംഗമുണ്ട്, നിനക്ക് നല്ല പാട്ടുണ്ട്, നിനക്ക് നല്ല ആരാധനയുണ്ട്, നിനക്ക് നല്ല കൃപാവരങ്ങളുണ്ട്, നിനക്ക് നല്ല ശുശ്രൂഷയുണ്ട്, പക്ഷെ ഇതൊന്നും എന്ത് ചെയ്യപ്പെടുന്നില്ല? പ്രയോജനപ്പെടുന്നില്ല. നീ നന്നായി പഠിച്ചവനാ, നീ നന്നായി പഠിച്ചവളാ, പക്ഷേ നിന്റെ സർട്ടിഫിക്കറ്റുകൾ പ്രയോജനപ്പെടുന്നില്ല. നിനക്ക് വരയ്ക്കാൻ കഴിവുണ്ട്, നിനക്ക് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാൻ കഴിവുണ്ട്, പക്ഷേ ഇതൊന്നും എന്ത് ചെയ്യപ്പെടുന്നില്ല? പ്രയോജനപ്പെടുന്നില്ല. കിണറിന് ചുറ്റും വെളിമ്പ്രദേശമായി കിടക്കുകയാ. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ, എൻ്റെ കിണറിന് ചുറ്റും വെളിമ്പ്രദേശമായി കിടക്കുകയില്ല. നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, പക്ഷേ നിന്റെ അനുഗ്രഹം വെളിയിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഉത്തമഗീതത്തിൽ ശൂന്യങ്കാരത്തെ വിളിച്ചു പറയുകയാണ്, വടതിക്കാറ്റെ വാ, തെന്നിക്കാറ്റെ വാ, എൻ്റെ തോട്ടത്തിന്മേൽ വീശ്. എൻ്റെ തോട്ടത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന സുഗന്ധമുണ്ട്, പക്ഷേ ഈ സുഗന്ധം പട്ടണത്തിൽ പരക്കാതെ വേണോ. അമ്മേ, ഇതിനകത്ത് സുഗന്ധം ഒതുങ്ങിപ്പോവുകയാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ടെ, ഈ ദേശത്തിൻ്റെ നടുവിൽ തലമുറയായി ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വിടുതൽ നടക്കുന്ന, ദൈവപ്രവൃത്തി നടക്കുന്ന ഒരു ദൈവ സാന്നിധ്യം വസിക്കുന്ന ദൈവാലയം ഇതിനകത്ത് നിൽക്കെ, ഈ ദേശത്തിന്റെ നടുവിൽ ഏത് കുടുംബങ്ങളിലാണോ ഈ ദൈവസഭയെക്കുറിച്ച് അറിവ് ചെല്ലേണ്ടത്, ഏത് കുടുംബങ്ങളാണോ വിടുവിക്കപ്പെടേണ്ടത്, ആ കുടുംബങ്ങളും ഈ ദൈവസഭയുമായി കണക്റ്റ് ആകട്ടെ. ഞാൻ ഇന്ന് പകൽ ആവർത്തിച്ചു പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനകൾക്കകത്ത് തോട്ടത്തിൽ വീശിയ കാറ്റ് ചില ഇടങ്ങളിലേക്ക് അതിൻ്റെ സുഗന്ധം കൊണ്ടുപോയതുപോലെ ഇന്ന് പകൽക്കാലം ഈ ആലയം ഒരു കിണറാണ്, ഈ ദൈവസഭ ഒരു കിണറാണ്. ഈ കിണറിന്റെ ചുറ്റും വെളിമ്പ്രദേശമായി കിടന്നാൽ പോരാ. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു, ഈ കിണറിന്റെ ചുറ്റും വെളിമ്പ്രദേശമായി കിടന്നാൽ പോരാ, ഇതിന്റെ ചുറ്റുവട്ടത്തിൽ ഒരു ഉണർവുണ്ടാകണം. കിണറിന്റെ ചുറ്റും വെളിമ്പ്രദേശമായി കിടന്നാൽ പോരാ. ഇന്ന് പകൽ ആത്മാവിൽ ഒരു നിമിഷം ആരാധിച്ചു കയറിയാട്ടെ. വെളിമ്പ്രദേശത്തല്ല കിണർ നിൽക്കുന്നത്, കിണർ നിൽക്കുന്നതിന്റെ ചുറ്റും ഒരു വലിയ ചെഴുപ്പ് സംഭവിക്കാം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ ചുറ്റും ഒരു ചെഴുപ്പ്, ഈ ദേശത്തിന്റെ മേൽ, ഈ ഗ്രാമത്തിന്റെ മേൽ ഒരു ഉണർവിന്റെ കാറ്റ്.
ഈ ഗ്രാമത്തിന് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി ഒരു നിമിഷം ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചേ. ഈ കിണറിന് ചുറ്റും വെളിമ്പ്രദേശമായി കിടന്നാൽ പോരെന്നേ. ഈ കിണറിന്റെ ചുറ്റും വെളിമ്പ്രദേശമായി കിടന്നാൽ പോരാ. ഈ കിണറിന്റെ ചുറ്റും ഒരു ചെഴുപ്പ് സംഭവിക്കട്ടെ. ഈ ആലയത്തിന്റെ ചുറ്റും ഒരു ചെഴുപ്പ് സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ ആത്മാവിൽ അതിനെ കൈവശമാക്കാം? ഈ കിണറിന്റെ ചുറ്റും ഒരു ചെഴുപ്പ്. അപ്പാ ഈ കിണറിന്റെ ചുറ്റും ഒരു ചെഴുപ്പുണ്ടാകട്ടെ. ഈ ദേശത്തിന്റെ മേൽ ദൈവസഭയ്ക്ക് ഒരു ആധിപത്യം ഉണ്ടാകട്ടെ. ഈ ദേശത്തിന്റെ മേൽ ദൈവസഭയ്ക്ക് ഒരു ആധിപത്യം ഉണ്ടാകട്ടെ. ഈ ദേശത്തിന്റെ മേൽ ദൈവസഭയ്ക്ക് ഒരു ആധിപത്യം ഉണ്ടാകട്ടെ. ഈ ഗ്രാമത്തിന്റെ മേൽ, ഈ ഗ്രാമത്തിലെ ഓരോ കുടുംബങ്ങളുടെ മേൽ ദൈവസഭയ്ക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാകട്ടെ. ഈ ദേശത്തിലെ യൗവന തലമുറകളെ സ്വാധീനിക്കാൻ ദൈവസഭയ്ക്ക് ഒരു അധികാരം ലഭിക്കട്ടെ. പ്രാർത്ഥിച്ചു കയറിയേ. കേവലം പ്രസംഗമല്ല, പകരം പരിശുദ്ധാത്മാവ് എന്നെ ഒരു പ്രാർത്ഥനയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇത് വെളിമ്പ്രദേശത്തെ കിണറല്ല. പറണ്ടോട് ദൈവസഭ വെളിമ്പ്രദേശത്തെ കിണറല്ല, പകരം ഇതിനകത്തു നിന്ന് കോരി, ഇതിനകത്തൊരു വലിയ ഈ പട്ടണത്തെ, ഈ ഗ്രാമത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഇവിടെ ആരാധിക്കുന്ന ഒരു സഭയിരിക്കെ എങ്ങനെ ഒരു പാപി ഈ ഗ്രാമത്തിൽ വസിക്കുക? ഇവിടെ ജയമെടുക്കുന്ന ഒരു സഭയിരിക്കെ എങ്ങനെ ഈ ഗ്രാമത്തിൽ ഒരു കുടുംബത്തെ ഭൂതം പിടിച്ചു വെക്കാം? Holy Spirit, Asmaria Namahaturia Mahasaram Darajana Daradiha. Hallelujah, Hallelujah, Hallelujah. അപ്പോൾ ആ കിണറിൻ്റെ ചുറ്റും എന്താണെന്നറിയാമോ? വെളിമ്പ്രദേശമായി കിടക്കുകയാണ്. എന്നാൽ കിണറിന് ചുറ്റും വെളിമ്പ്രദേശമായി കിടക്കരുത്. കിണറിന് ചുറ്റും വലിയ ചെഴുപ്പുണ്ടാകണം. ഇന്ന് പകൽ എന്നോട് ചേർന്ന് പറഞ്ഞേ, ഈ കിണറിന് ചുറ്റും വലിയ ചെഴുപ്പുണ്ടാകും. പറഞ്ഞേ ഈ കിണറിന് ചുറ്റും, ശബ്ദമുയർത്തിയെന്ന് പറഞ്ഞേ, ഈ കിണറിന് ചുറ്റും ഒരു വലിയ ചെഴുപ്പുണ്ടാകും. ഇതൊരു കിണറാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഈ ദൈവസഭ ഒരു കിണറാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ, ആമേൻ. നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ഒരു നീരുറവാണ് ഈ ദൈവസഭയെന്നും ഇതിലെ ഓരോ വിശ്വാസി കുടുംബങ്ങളെന്നും എത്ര പേർ വിശ്വസിക്കുന്നു? യെസ്. നിന്റെ അയൽപക്കങ്ങൾ രക്ഷയിലേക്ക് വരട്ടെ. നിന്റെ ദേശം നിത്യജീവന് അവകാശിയായി തീരട്ടെ. ഇതുവരെ ഈ മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടാകാതെ വണ്ണ ദൈവസഭയ്ക്ക് ദേശത്തിന്റെ മേലൊരു സ്വാധീനത സ്വർഗം കൽപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഒരു മിനിറ്റ് സ്തോത്രം ചെയ്യട്ടെ. സ്തോത്രം, 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 സ്തോത്രം. യേശുവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ലംഥാന മഹസി ഇബാലഹതന ഇലലരരരസ അബലഹസിയ കരബാര. അന വീണ്ടും ഈ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ വെളിമ്പ്രദേശത്ത് ഒരു കിണർ കണ്ടു. അടുത്ത ഭാഗം: അതിനരികെ 3 ആട്ടിൻകൂട്ടം കിടക്കുന്നു. 3 ആട്ടിൻകൂട്ടം കിടക്കുന്നു. മേയുകയാണോ? അല്ല. ഓടുകയാണോ? അല്ല. ആട്ടിൻകൂട്ടം എന്ത് ചെയ്യുകയാണ്? കിടന്നു പോവുകയാണ്. കിണറിൻ്റെ അരികെ കിടന്നുപോയി. എന്താണ് ആട്ടിൻകൂട്ടം കിടക്കുന്നതിൻ്റെ കാരണം എന്തറിയാമോ? അതിൻ്റെ 7-8 വാക്യങ്ങളിലേക്ക് വരാം. 7-ാം വാക്യത്തിൽ യാക്കോബ് ആ ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയന്മാരുടെ അടുക്കൽ ചോദിക്കുകയാണ്, പകൽ ഇനിയും വളരെയുണ്ട്, കൂട്ടങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവന്ന് കൂട്ടിൽ കയറ്റുന്ന നേരം ആയിട്ടില്ല.
ആടുകൾക്ക് വെള്ളം കൊടുത്ത് കൊണ്ടുപോയി തീറ്റുവീനെന്ന് അവൻ പറഞ്ഞു. അവർ പറഞ്ഞു, കൂട്ടങ്ങളൊക്കെ കൂടുവോളം ഞങ്ങൾക്ക് ഈ ആടുകളെ ഇനി മേയ്ക്കാൻ പറ്റത്തില്ല. പകലൊത്തിരി ഉണ്ടെന്നുള്ളത് സത്യമാണ്, പക്ഷെ ഞങ്ങൾക്ക് ഈ ആടുകളെ കൊണ്ടുപോയി മേയ്ക്കാൻ പറ്റത്തില്ല. കാരണം പകൽ ഇത്ര ഉണ്ടെങ്കിലും ആടുകൾ എന്ത് ചെയ്തു? ക്ഷീണിച്ചു പോയി. പക്ഷേ ഈ ആടുകൾക്ക് ഇപ്പം ഞങ്ങൾ വെള്ളം കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുപോയി തീറ്റാം. പക്ഷെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. പകരം അടുത്തെഴുതിയിരിക്കുകയാണ്, ആമേൻ, അവർ കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടും. അവർ കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടും. 8-ാം വാക്യം, പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കും. ആമേൻ. അപ്പം ഈ ഇടയന്മാർ, ഈ 3 ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയന്മാർ പറയുകയാണ്, അവർ കല്ലുരുട്ടിയാലേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ഞങ്ങളുടെ ആടിന് വെള്ളം കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഞങ്ങളുടെ ആടുകൾ ക്ഷീണിച്ച് കിടക്കുകയാണ്, പക്ഷെ ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയത്തില്ല. കാരണം ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ ഈ ദേശത്തിലെ ഇടയന്മാർ, ഇവിടുത്തെ നാട്ടുപ്രമാണികൾ, ഈ ദേശം ഭരിക്കുന്ന ശക്തികൾ, അവർ തുറന്നാലേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കുടിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആത്മീയ ദൂത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ആമേൻ. ഇവിടെ ഈ ടെറിട്ടറിയിൽ ചില അധികാരങ്ങളുണ്ട്, ഈ ദേശത്തിൽ ചില അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ ഒരു നിശ്ചിത സമയത്ത് ഈ കിണർ തുറക്കും. അന്നേരമേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയത്തുള്ളൂ. അവർ കല്ലുരുട്ടും, അവരുടെ ആടുകളെ കുടിപ്പിക്കും. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ഞങ്ങളുടെ ആടുകളെ കുടിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അപ്പം നിങ്ങളുടെ ആടുകളൊക്കെ അത്രയും നേരം എന്തോ ചെയ്യും? ഞങ്ങളുടെ ആടുകൾ ഇവിടെ ഇങ്ങനെ കാത്തു കിടക്കും. ആമേൻ. അപ്പോൾ അതുങ്ങൾ എങ്ങനെ മേയും? ഓ, അങ്ങനൊന്നും മേയാൻ പറ്റുകയില്ലെന്നേ. വൈകിട്ട് വെള്ളം കുടിപ്പിച്ച് കൊണ്ട് കിടത്തും, പകൽ രാവിലെ എഴുന്നേറ്റ് ഒരു ഇച്ചിരി മേയും. മേഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ക്ഷീണിച്ച് കഴിയുമ്പോൾ ഇവിടെ വെള്ളത്തിന് വരിക. പക്ഷെ വെള്ളത്തിൻ്റെ വായ്ക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിരിക്കുക. പക്ഷേ ഞങ്ങൾക്കത് കുടിക്കാൻ കഴിയത്തില്ല. നന്മയുടെ കിണർ ഞങ്ങൾക്ക് കാണാൻ കഴിയോ, പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? അതിനെ കുടിക്കാൻ കഴിയത്തില്ല. നന്മയുടെ കിണർ നിന്റെ മുമ്പിലുണ്ട്, പിന്നെന്താ നീ നിന്റെ ആടുകളെ കുടിപ്പിക്കാത്തത്? അപ്പൊ പറയുകയാണ്, ആ നന്മയുടെ മേൽ അധികാരമുള്ള ചില ദേശാന്തകാര ശക്തികൾ ആ നന്മയുടെ കിണറ്റിന്റെ മേൽ അവകാശം പറഞ്ഞ് ഞങ്ങൾ കല്ലുരുട്ടാൻ, ഞങ്ങൾ ഉരുട്ടിയാൽ കുടിച്ചാൽ മതി എന്ന് പറയുന്ന ചില ദേശത്തിലെ ഇടയന്മാർ കിണറിനെ ഭരിക്കുകയാണ്. ആകയാൽ ഞങ്ങളുടെ ആടുകളെ കുടിപ്പിക്കാൻ കഴിയത്തില്ല. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, ദേശത്തിലെ ഇടയന്മാർ കിണറിനെ ഭരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ആടുകൾ ഇവിടെ കാത്തുകിടക്കുകയാണ്. ഇന്ന് പകൽ ഇതിനകത്ത് പ്രാർത്ഥിച്ചു കയറുന്ന ദൈവമക്കൾ, കിണറിന്റെ മേൽ അധികാരമിട്ടിരിക്കുന്ന ദേശത്തിലെ ഇടയന്മാർ, നന്മയുടെ മേൽ നിനക്ക് നന്മ കാണാൻ കഴിയാം, പക്ഷെ അതിനെ അനുഭവിക്കാൻ കഴിയാതെ നിനക്ക് ഉറവ കാണാൻ കഴിയാം. പക്ഷേ ഉറവയുടെ മുകളിൽ നിന്റെ ആടുകൾക്ക് അവകാശമായ ഉറവയുടെ മുകളിൽ ദേശത്തിന്റെ ഇടയന്മാർ വിഭാജനം പ്രൗഢാര്യ ദേശത്തിന്റെ ഇടയന്മാർ കല്ലുരുട്ടി വെച്ച് സമയക്രമം നിശ്ചയിക്കുമ്പോൾ ഇന്ന് പകൽ അതിനെ ആത്മാവിൽ വെട്ടിയെറിയാൻ അപരഘടക ചമാർത്ഥാനി അപ്രബാലിയ അപോഷിബിലിയ റംഭൂരിയല മഹഠന മഹടന മഗട മഗടാനിയ അതുരിയാര ബൗഷ പ്രബോൽ ബാബാ ബാബാ ശഖൽ മഹതുരിയ. Jesus, 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 Jesus. Amen. 3-ാം വാക്യം 4-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം കേട്ടോ. 3-ാം വാക്യവും 4-ാം വാക്യവും. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ആ സ്ഥലത്ത് കൂട്ടങ്ങളൊക്കെ കൂടുകയും അവർ കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി ആടുകൾക്ക് വെള്ളം കൊടുക്കുകയോ കല്ല് കിണറ്റിന്റെ വായ്ക്കൽ അതിൻ്റെ സ്ഥലത്തു തന്നെ തിരികെ വയ്ക്കുകയും ചെയ്യും. എന്നിട്ട് അടുത്ത ഭാഗം പറയുകയാണ്, യാക്കോബ് അവരോട്, സഹോദരന്മാരെ നിങ്ങൾ എവിടുത്തുകാരെന്ന് ചോദിച്ചു. അവരതിനെന്തോ മറുപടി പറഞ്ഞെന്നറിയാമോ? ആ മറുപടി മാത്രം ഒന്ന് വായിച്ചേ. ഞങ്ങൾ ഹാരാന്യർ. കിണറിൻ്റെ മേൽ വേറൊരുത്തൻ അധികാരം പുലർത്തിയാൽ അതിൻ്റെ വാതുക്ക വന്ന് കാവൽ കിടക്കുന്നവൻ്റെ പേരെന്തായിരിക്കുമെന്നറിയാമോ? എന്തായിരിക്കും?
ഒന്ന് പറഞ്ഞേ, ഹാരാന്യർ. എന്താണ് ഹാരാൻ എന്ന വാക്കിൻ്റെ അർത്ഥം? ഹാരാൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിണ്ടുകീറിയ സ്ഥലമെന്നാണ്, പാർച്ച്ഡ് ലാൻഡ്. നമുക്കറിയാമല്ലോ, വേനൽ കടുക്കുമ്പോൾ നമ്മുടെ വയലുകളിലെയൊക്കെ മണ്ണ് എന്ത് ചെയ്യുമെന്നറിയാമോ? വിണ്ടുകീറും. അപ്പം ഇങ്ങനെ ഹാരാൻ എന്ന പ്രദേശത്തിൻ്റെ അർത്ഥം, ഹാരാൻ എന്ന സ്ഥലത്തിന് പേര് വരാൻ തന്നെ കാരണം ഹാരാനിലെ മണ്ണ് എപ്പോഴും വരണ്ട് കീറിക്കിടക്കുകയാണ്. വരണ്ട് കീറിക്കിടക്കുന്ന മണ്ണിൽ ജീവിക്കുന്ന ഈ മനുഷ്യരെ എന്താ പറയുന്നതെന്നറിയാമോ? ഹാരാന്യർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നനവില്ലാത്തവർ, ജീവിതം വിണ്ടുകീറിപ്പോയവർ. ഇന്ന് പകൽക്കാലം നീ അറിയണം, നിന്റെ കിണറിൻ്റെ മേൽ ശത്രു ആധിപത്യം പെടുത്തിയാൽ നിന്റെ പേരെന്തായി തീരുമെന്നറിയാമോ? വിണ്ടുകീറപ്പെട്ടവർ. ഇന്ന് പകൽക്കാലം നിനക്കൊരു ഹാരാന്യനായി ജീവിച്ചാൽ മതിയോ? നിനക്കൊരു ഹാരാന്യനായി ജീവിച്ചാൽ മതിയോ? ആത്മീയമായി നീ ഒരു ഹാരാനിലാണോ ഇരിക്കേണ്ടത്? ഭൗമികമായി നീ ഒരു ഹാരാനിലാണോ ഇരിക്കേണ്ടത്? ഈ ഉപവാസ പ്രാർത്ഥനകൾ ഹാരാനെ ചലിപ്പിക്കുന്ന, ഹാരാന്റെ കല്ലുകളെ ഉരുട്ടി മാറ്റുന്ന, ഒരു കിണറിനെ അവകാശമാക്കുന്ന. യാക്കോബ് കടന്നു വന്ന് കിണറിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയതുപോലെ ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് നന്മയുടെ കിണർ വായ്ക്കലിരിക്കുന്ന കല്ലുകൾ ദൈവാധികാരത്തിൽ നീക്കപ്പെടണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് മുഴുവന് സംഭവിച്ചത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ഒന്നേ ഉള്ളൂ. ആമേൻ. യാക്കോബ് റാഹേലിനെ കണ്ടോ? അവിടുത്തെ സ്ഥിതി മാറാൻ തുടങ്ങി. അന്നുവരെ ആരും ആ നിശ്ചിത സമയത്തിന് മുമ്പേ ആ കല്ല് ഉരുട്ടി മാറ്റിയിട്ടില്ല. ആ ദേശത്തിലെ ഇടയന്മാർ ചിന്തിച്ച സമയത്തല്ലാതെ ആമേൻ അവിടുത്തെ കല്ലുരുട്ടി മാറ്റിയിട്ടില്ല. ആ കിണറ്റിൽ നിന്ന് ആരും വെള്ളം കുടിച്ചിട്ടില്ല. പക്ഷെ യാക്കോബ് ആ കിണറ്റിങ്കൽ എത്തിയപ്പോൾ, ആ കിണറ്റിങ്കൽ വെച്ച് യാക്കോബ് റാഹേലിനെ കണ്ടുമുട്ടിയപ്പോൾ ആമേൻ ആ ഒരു എൻകൗണ്ടർ എന്ത് ചെയ്തെന്നറിയാമോ? ചില മാനുഷിക ടൈമിങ്ങുകളെ പൊളിച്ചു കളഞ്ഞു. ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു കണ്ടുമുട്ടൽ സംഭവിച്ചാൽ, യാക്കോബ് റാഹേലിനെ കണ്ടുമുട്ടിയതുപോലെ, റാഹേലും യാക്കോബും തമ്മിൽ ചുംബിച്ചതുപോലെ, ഇന്ന് ഈ പ്രാർത്ഥനയ്ക്കകത്ത് നീ അരുമനാഥന്റെ സാന്നിധ്യത്തെ ഒന്ന് കയറി പിടിച്ചാൽ, രക്ഷകനുമായി ഒരു എൻകൗണ്ടർ നിനക്കുണ്ടായി കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? ചില മാനുഷിക ടൈമിങ്ങുകൾ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ട് ദൈവത്തിന്റെ സമയം നിന്റെ മേൽ ആക്ടിവേറ്റ് ആകുമെന്ന്. ദൈവത്തിന്റെ കൈറോസ് അത് നിന്റെ മേൽ ആക്ടിവേറ്റ് ആകും. ഇന്ന് പകൽക്കാല സമയം തെറ്റിക്കുന്ന പൈശാചിക ശക്തികൾ നിനക്ക് നന്മ വെളിപ്പെടേണ്ട സമയത്ത്, നിനക്ക് ശുശ്രൂഷ വെളിപ്പെടേണ്ട സമയത്ത്, നിനക്ക് ബ്രേക്ക് ത്രൂ വെളിപ്പെടേണ്ട സമയത്ത് അത് സംഭവിക്കാതെ, നീ വെള്ളം കുടിക്കേണ്ട സമയത്ത് വെള്ളം കുടിക്കാതെ, ശത്രു ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ലുകളെ തള്ളി മാറ്റുന്ന ഒരു ഡിവൈൻ എൻകൗണ്ടർ ഇന്ന് പകൽ ആത്മാവിൽ. സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഹൃദയത്തിനകത്ത് ദൂതുകളെ അങ്ങനെ കണക്ട് ചെയ്ത് ദൈവിക ജയത്തിലേക്ക് കയറിയാട്ട്. ആമേൻ. നിന്റെ കാര്യങ്ങൾ സംഭവിക്കേണ്ടത് ദേശത്തിലെ ഇടയന്മാർ കല്ലുരുട്ടുമ്പോഴല്ല, എൻ്റെ ദൈവം കല്ലുരുട്ടുമ്പോഴാ. എൻ്റെ തലമുറയ്ക്ക് നന്മ ഉണ്ടാകുന്നത് ദേശത്തിലെ ഇടയന്മാർ കല്ലുരുട്ടുമ്പോഴല്ല, എൻ്റെ ദൈവം കല്ലുരുട്ടുമ്പോഴാ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? മാനുഷിക ടൈമിങ്ങിലല്ല, ദൈവത്തിൻ്റെ ടൈമിങ്ങിന് ത്ത് കാര്യങ്ങൾ ചലിക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നു? മാനുഷിക ടൈമിങ്ങിനകത്തല്ല, ദൈവത്തിന്റെ ടൈമിങ്ങിനകത്ത് കാര്യങ്ങൾ സംഭവിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഇതിനകത്ത് നീറിപ്പുകയുന്ന ചില കുടുംബങ്ങൾക്കകത്ത് ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ടൈമിംഗ് ആക്ടിവേറ്റ് ആകുന്നത്. നടക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞത്, അതിന് സമയമായിട്ടില്ലെന്ന് പിശാച് പറഞ്ഞത്, ഇന്ന് പകൽ നീ ആത്മാവിൽ ബ്രേക്ക് ചെയ്യോ. സമയമായിട്ടില്ലെന്ന് പിശാച് പറഞ്ഞത് ദൈവം സമയമാക്കിയിരിക്കുന്നു. ഇന്ന് പകൽ 2026 നടക്കരുതെന്ന് പിശാച് കരുതിയത് ഈ ഉപവാസ പ്രാർത്ഥനകൾക്കകത്ത് ദൈവം അത് നടക്കിയെടുക്കുന്നു. ഇന്ന് പകൽ നിന്റെ ലൈഫിനകത്ത് ദൈവത്തിന്റെ
ദൈവത്തിന്റെ കൈറോസ്, ദൈവത്തിന്റെ കൈറോസ്, ദൈവത്തിന്റെ കൈറോസ്. നാളുകളായി പിശാച് നടക്കാതെ വണ്ണം തടഞ്ഞു കെട്ടി നിർത്തിയ വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവം സാധിപ്പിക്കുന്നത്. Yes, hallelujah, hallelujah. Jayam, 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 jayam. ചില ഡിമോണിക് ബ്ലോക്കേഡുകളെ ദൈവം പൊളിച്ചു കളഞ്ഞ് പകരം ദൈവത്തിന്റെ ടൈമിംഗ് ഇതിനകത്ത് ആക്ടിവേറ്റ്. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ മാത്രം ആത്മാവിൽ ആരാധിച്ചോട്ടെ. പരിശുദ്ധാത്മാവ് തൊടുന്നെങ്കിൽ മാത്രം ആത്മാവിൽ ആരാധിച്ചോട്ടെ. ചില പൈശാചിക ടൈമിങ്ങുകൾ ഇതിനകത്ത് ബ്രേക്ക് ആവുകയാണ്. തലമുറയുമായി ബന്ധപ്പെട്ട് പൈശാചിക സമയങ്ങൾ കർത്താവ് തിരുത്തി എഴുതുകയാണ്. ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ കഠികാരം, ദൈവത്തിന്റെ കഠികാരം, ദൈവത്തിന്റെ കഠികാരം, ദൈവത്തിന്റെ കഠികാര ഹേല സമാര ഹൽക്കന അർത്തിമിനി അദമന ഹംസനാദി. ദൈവത്തിന്റെ കഠികാര നിന്റെ ജീവിതത്തിൽ ചലിക്കുന്ന മിനിറ്റുകളാണ്. യെസ്, പിശാച് പറഞ്ഞ സമയങ്ങളല്ല, പിശാച് തീരുമാനിക്കുന്ന സമയങ്ങളല്ല, പകരം പിശാച് പറഞ്ഞ ചില ടൈമിങ്ങുകളെ ഇതാ പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ ഞങ്ങൾ ആത്മാവിന്റെ ശക്തിയിൽ ബ്രേക്ക് ചെയ്യുന്നു. ഇന്ന് തലമുറകൾക്ക് വേണ്ടി ഒരു ദൈവത്തിന്റെ ടൈമിങ്, ദൈവത്തിന്റെ ടൈമിങ് അസാധാരണമായി നീ ഇന്നലകളിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അഭിഷേകത്തിന്റെ ശക്തി നിന്നെ തൊടുന്നത്, നിന്നെ തൊടുന്നത് അത് നിന്റെ മേൽ ദൈവത്തിന്റെ ടൈമിങ് ആക്ട്. ഇതാ ഗത്സമനയിൽ ഇറങ്ങി വന്ന ദൂതനെ പോലെ ഒരു ദൂതൻ നിനക്കായി ഗത്സമനയിൽ ഇറങ്ങി വന്ന ദൂതനെ പോലെ നിന്റെ പ്രാർത്ഥനയിൽ നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്നെ ശക്തിപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നവനാ സമയം നിശ്ചയിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവനാ സമയം നിശ്ചയിക്കുന്നത്. ദേശാന്തകാര ശക്തികളല്ല, പൈശാചിക ശക്തികളല്ല, പ്രാർത്ഥിക്കുന്ന നീയാണ് സമയം നിശ്ചയിക്കുന്നത്. ഇന്ന് പകൽക്കാല ചിലതിന്റെ സമയം നീ കുറിക്കുകയാണ്, ചിലതിന്റെ നാൾ വഴികളെ നീ കുറിക്കുകയാണ്. ഇത് നിന്റെ പകലാണ്. നീ കുറിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടക്കട്ടെ. നിന്റെ കാര്യങ്ങൾക്കെതിരെ പിശാചിട്ട ചില സമയക്രമങ്ങൾ ദൈവാധികാരത്തിൽ ബ്രേക്ക് ആകട്ടെ, ദൈവാധികാരത്തിൽ ബ്രേക്ക് ആകട്ടെ. ആയുസ്സിനെ പാഴാക്കി കളയാൻ തക്കവണ്ണം, ആയുസ്സിനെ പാഴാക്കി കളയാൻ തക്കവണ്ണം പിശാചിട്ട സകല തിന്മയുടെ ടൈമിങ്ങുകളോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ all the demonic timings, പിശാചി പിടിച്ചു വെച്ച കഠികാരത്തിന്റെ സൂചിയെ പിടിച്ചു നിർത്തുന്നത് പോലെ നിനക്കെതിരായി സമയങ്ങളെ തെറ്റിക്കുന്ന ഇരുട്ടിന്റെ ദുർവ്യാപാരങ്ങൾ ഇന്നും
ദൈവം യാക്കോബ് റാഹേലിനെ കണ്ടു. ഒരു ടൈമിങ്ങിനെ അവിടെ തെറ്റിച്ചു, ദേശത്തിൻ്റെ ടൈമിങ്ങിനെ തെറ്റിച്ചു. ഇന്ന് പകൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് മുമ്പോട്ട് കയറുകയാണ്. കർത്താവ് നിന്നെ കാണുമ്പോൾ നിനക്കെതിരായ പൈശാചിക സമയക്രമങ്ങളെ ദൈവം തെറ്റിക്കും. ജീസസ്. വൈകിട്ട് വെള്ളം കുടിച്ചാൽ മതി, അതുവരെ നീ ഈ കിണറിൻ്റെ വായ്ക്കൽ കിടന്നോ. അവൻ്റെ പദ്ധതി അതാ. ഞാൻ വരും അന്നേരം പറയാം നീ വെള്ളം കുടിച്ചാൽ മതി, അതുവരെ നീ എന്തോ ഇതോ ഈ കിണറിൻ്റെ വായ്ക്കൽ കിടന്നോ. ആമേൻ. എന്നാൽ ദൈവം ഉറവിങ്കൽ വെച്ച് കാണുന്ന ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഭാഗമെന്ന് നാം പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലാണ്. സാറയുടെ പീഡനം സഹിക്കാൻ കഴിയാതെ വണ്ണം ഹാഗാർ വീട് വിട്ട് ഓടിപ്പോവുകയാണ്. ഹാഗാർ വീട് വിട്ട് ഓടിപ്പോകുമ്പോൾ അവൾ ഗർഭിണിയാണ്. അവൾക്ക് എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. അവൾ ഉഴന്ന് നടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൾ ഉഴന്ന് എവിടെ എത്തണമെന്നറിയാതെ അവൾ അലഞ്ഞു തിരിഞ്ഞ് അവൾ ഒരു ഉറവിങ്കലെത്തി. ആ ഉറവിങ്കലെത്തിക്കഴിഞ്ഞപ്പോൾ ആമേൻ, ദൈവം അവളുടെ അടുക്കൽ സംസാരിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞ ഒരു ഭാഗമുണ്ട്. എന്താണെന്നറിയാമോ? എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. അപ്പോൾ അവൾ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. അബ്രഹാമിൻ്റെ വീട്ടിൽ മാത്രമേ ദൈവത്തിൻ്റെ കണ്ണുള്ളെന്ന്. അബ്രഹാമിൻ്റെ വീട്ടിൽ മാത്രമേ ദൈവത്തിൻ്റെ കണ്ണുള്ളൂ എന്ന് അവൾ ചിന്തിച്ചത്. ഒരു സ്ഥലത്താണ് ദൈവത്തിൻ്റെ കണ്ണിരിക്കുന്നത്. ഏതെങ്കിലും മലയിൽ പോയാൽ ദൈവം എന്നെ കാണും, ഏതെങ്കിലും തീർത്ഥയാത്ര ചെയ്താൽ ദൈവം എന്നെ കാണും. ഒരു സാങ്ച്വറിയിലാണ് ദൈവം ഇരിക്കുന്നത്, ഒരു അൾത്താരയിലാണ് ദൈവം ഇരിക്കുന്നത്. ഒരു നട തുറന്നു കഴിയുമ്പോഴാണ് ദൈവം എന്നെ കാണുന്നതെന്ന്. പക്ഷേ അന്ന് ഹാഗാറിനൊരു കാര്യം മനസ്സിലായി. നട തുറന്ന് മണിയടിക്കുമ്പം കാണുന്ന ഒരു ദൈവമല്ല അബ്രഹാമിൻ്റെ ദൈവം. അമ്മേ, മന്ദിരത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു ദൈവമല്ല അബ്രഹാമിൻ്റെ ദൈവം. പകരം അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഭൂമിയുടെ ഏത് കോണിലും പാതാളത്തിലും സ്വർഗത്തിലും ഇരുന്നാൽ അവൻ കാണുന്നവനാണ്, അവൻ അവിടെ എത്തുന്നവനാണ്. ഞാൻ അതിനകത്ത് ഒരു ഭാഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൾ അവിടെ പറയുകയാണ്, ആമേൻ, യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചോ. ആമേൻ. ഹാഗാർ ദൈവത്തിന് എന്ത് ചെയ്യുകയാണ്? പേർ വിളിക്കുകയാണ്. ഇന്നും ഹാഗാർ വിളിച്ച പേർ പ്രസിദ്ധമാണ്, എൽ റോയ്. ഇതാണ് അവൾ ദൈവത്തിന് വിളിച്ച പേര്, എന്നെ കാണുന്ന ദൈവ. ഹാഗാർ ദൈവത്തിനൊരു പേർ വിളിച്ചോ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ കർത്താവിന് നിനക്കൊരു പേർ വിളിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ എന്നോ, എൻ്റെ ഇടയനെ എന്നോ, എൻ്റെ ഉടയവനെന്നോ, എൻ്റെ യജമാനെന്നോ, എൻ്റെ അപ്പായെന്നോ, എൻ്റെ പൊന്നെന്നോ, എൻ്റെ കാന്തനെന്നോ, എൻ്റെ പ്രിയനെന്നോ നിനക്ക് നിൻ്റെ അപ്പനൊരു പേര് വിളിക്കണമെങ്കിൽ യേശുവിനെ നിനക്കൊരു പേര് വിളിക്കാം. ആമേൻ. സമ്പ്രദായക്കാർ പറഞ്ഞു കൊടുത്ത പേരല്ല അവൾ അന്ന് വിളിച്ചത്. അവൾ പറഞ്ഞു അബ്രഹാമിൻ്റെ വീട്ടിൽ യജമാനനെ എന്ന് വിളിക്കുന്നതാ ഞാൻ കേട്ടത്. പക്ഷേ ഞാൻ ഇവനെ വിളിക്കുന്നത് യജമാനനെ എന്നല്ല, എന്നെ കാണുന്നവനെ എന്ന് ഞാൻ വിളിക്കോ. അവൾ ദൈവത്തിനൊരു പേർ വിളിച്ചോ. ഇന്ന് പകൽ ഞാൻ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുക്കൽ പറയട്ടെ, നിന്റെ പിതാക്കന്മാർ വിളിച്ചു കേട്ട വിളിക്കകത്തല്ല നീ വിളിക്കേണ്ടത്. നിനക്കുണ്ടാകുന്ന പേഴ്സണൽ എക്സ്പീരിയൻസിനകത്ത്, നിനക്കുണ്ടാകുന്ന വ്യക്തിപരമായ അനുഭവത്തിനകത്ത് നീ ദൈവത്തെ വിളിച്ചു തുടങ്ങണം. സ്തോത്രം. അവൾ ആ ഉറവിങ്കൽ ഇരുന്ന് പറയുകയാണ്, നീ എന്നെ കാണുന്നു. ആമേൻ. അടുത്ത വാക്ക് ആമേൻ 13 ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാമോ? 16-ാം അധ്യായം 14-ാം വാക്യം. അതിനകത്തുനിന്നൊരു വെളിപ്പാട് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. അതുകൊണ്ട് ആ കിണറ്റിന് ബേർലഹൈരോയി എന്ന് പേരായി. അടുത്ത ഭാഗം ഒന്ന് ഉറക്കെ വായിച്ചാട്ടെ, ഒന്നും കൂടെ ഉറക്കെ വായിച്ചാട്ടെ. അത് കാദേശിനും ബേരേദിനും മധ്യേ ഇരിക്കുന്നു. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ദൈവം ഹാഗാറിനെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? ദൈവം ഹാഗാറിനെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാ? കാദേശിനും ബേരേദിനും മധ്യേ. ദൈവം ഹാഗാറിനെ കണ്ടത് എവിടെയാണ്? കാദേശിനും ബേരേദിനും മധ്യേ. ഇന്ന് പകൽ ഞാൻ ഒന്ന് പറയട്ടെ, കാദേശിനും ബേരേദിനും മധ്യേ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. കാദേശിനും ബേരേദിനും മധ്യേ ഒരു ബേർലഹൈരോയുണ്ട്. എന്നോട് ചേർന്നൊന്ന് പറയാമോ? കാദേശിനും ബേരേദിനും മധ്യേ, ഒന്ന് ഉറക്കെ പറഞ്ഞേ, കാദേശിനും ബേരേദിനും മധ്യേ ഒരു ബേർലഹൈരോയുണ്ട്.
ആമേൻ. ഇനി ഞാൻ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് വരാം. കാദേശ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? കാദേശ് എന്ന വാക്കിൻ്റെ അർത്ഥം സാങ്ച്വറി, ദൈവമന്ദിരം എന്നാണ്. ഈ രണ്ട് സ്ഥലങ്ങൾക്കും ആത്മീക പ്രാധാന്യമില്ലെങ്കിൽ അവിടെ അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. കാദേശ് എന്ന് പറഞ്ഞാൽ ദൈവമന്ദിരം, ആമേൻ. സാങ്ച്വറി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഹാഗാർ എവിടെ നിന്നാണ് ഓടി വരുന്നതെന്നറിയാമോ? അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഓടി വരികയാണ്, ആമേൻ. അവൾ ഒരു സാങ്ച്വറിയിൽ നിന്ന് ഓടിപ്പോവുകയാണ്. ഇനി അടുത്തത് ബേരദ് എന്നാണ് പറയുന്നത്. ബേരദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? തകർന്നുപോയ ഇടം, ബ്രോക്കൺനെസ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ബിറ്റ്വീൻ സാങ്ച്വറി ആൻഡ് ബ്രോക്കൺനെസ്, ആമേൻ, സാങ്ച്വറിയുടെ മനോഹാരിതയ്ക്കകത്തു നിന്ന്, സാങ്ച്വറിയുടെ ആമേൻ മന്ദിരത്തിന്റെ സ്വസ്ഥതയ്ക്കകത്തു നിന്ന്, മന്ദിരത്തിന്റെ സമാധാനത്തിന്റെ അകത്തു നിന്ന്, സാറായുടെ പീഡനത്തിൽ ഹാഗാർ ഇപ്പോൾ എങ്ങോട്ട് പോവുകയാണ്? ബേരേദിലേക്ക്, ഒരു ബ്രോക്കൺനെസ്സിലേക്ക് പോവുകയാണ്. പക്ഷെ ബ്രോക്കൺനെസ്സിൽ എത്തുന്നതിന് മുന്നമേ, തകർച്ചയിൽ എത്തുന്നതിന് മുന്നമേ ദൈവം അവളെ കണ്ടു. അവളുടെ അടുക്കൽ പറഞ്ഞു, നീ തിരികെ അബ്രഹാമിന്റെ വീട്ടിലേക്ക് പോ, ഞാൻ നിന്നെ ബേരേദിലേക്ക് പോകാൻ സമ്മതിക്കത്തില്ല. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ബൈബിൾ അടിമുടി പരിശോധിച്ചു നോക്ക്. ഒരു ഭക്തനും ബേരേദിൽ പോയി താമസിച്ചതായി കാണുവാൻ കഴിയത്തില്ല. അതൊരു സെറ്റിൽമെന്റ് പ്ലേസ് ആയിരുന്നോ? ആമേൻ. അവിടെ തകർന്നവരെ കുടിപാർപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നോ? ഒരു അഭിഷക്തനും ബേരേദിൽ പോയി താമസിച്ചതായിട്ട് പറയുന്നില്ല. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ ദൈവജനത്തിന്റെ അടുക്കൽ ഒരു കാര്യം പറയാം. എത്ര പ്രതികൂലം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലോ നീ ബേരേദിലെത്താൻ ദൈവം സമ്മതിക്കത്തില്ല. ബേരേദിലെത്തുന്നതിന് മുന്നമേ നിന്നെ കാണുന്ന ഒരു ദൈവം നിനക്കുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ബേരേദിൽ ഞാൻ എത്തത്തില്ല. ഇന്ന് പകൽ നിന്റെ ബിസിനസ് പാളിയേക്കാം, നിന്റെ വരുമാനം നിന്നേക്കാം, കടബാധ്യത കേറിയെന്ന് വന്നേക്കാം. പക്ഷേ നീ ബേരേദിന്റെ തകർച്ചയിൽ എത്തത്തില്ല. ആമേൻ. വിശ്വസിക്കാൻ കഴിയുന്നോ? നീ ബേരേദിന്റെ തകർച്ചയിൽ എത്തത്തില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാ, നിനക്ക് പഠിക്കാൻ ബുദ്ധി കുറവായിരിക്കാം, നിനക്ക് ചിലപ്പോൾ ഒരു സപ്ലി കിട്ടിയെന്ന് വരാം, നിന്നെ ടീച്ചർമാർ പരിഹസിച്ചെന്ന് വരാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ, നിന്നെ ഒരു ബ്രോക്കൺനെസ്സിലേക്ക്, നിന്നെ ഒരു തകർച്ചയിലേക്ക് എത്താൻ നിന്റെ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. നിന്റെ കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കാം, നിന്റെ കുടുംബ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു ബേരേദിലെത്താൻ ദൈവം നിന്നെ സമ്മതിക്കത്തില്ല. നീ തകർന്നു പോകാൻ അവൻ അനുവദിക്കത്തില്ല. ആമേൻ. ബേരേദിലെത്തുന്നതിന് മുന്നമേ, ആമേൻ, ഞാൻ ആവർത്തിക്കട്ടെ, ബേരേദിലെത്തുന്നതിന് മുന്നമേ എന്ത് ചെയ്തോ? ദൈവം അവളെ കണ്ടോ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിനക്കെതിരായി ചില ബേരേദുകൾ വിധി എഴുതി. നീ ബേരേദിൽ ചെല്ലുമെന്ന്, നിന്റെ കുടുംബം തകരുമെന്ന്, നിന്റെ ഭാവി തകരുമെന്ന്, നിന്റെ ശുശ്രൂഷ ഒന്നുമല്ലാതായി തീരുമെന്ന്, നിനക്കെതിരെ സാറയുടെ പീഡനങ്ങൾ അരമുറുക്കുമ്പോൾ, അതിനെ കണ്ട് ഭയപ്പെട്ട് നീ ഓടിപ്പോകുമ്പോൾ, കാദേശിനും ബേരേദിനും മധ്യേ വെച്ച് ദൈവം ഹാഗാറിനെ കണ്ടു. ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ, ഞാൻ ബേരേദിലെത്തത്തില്ല, നിന്റെ തലമുറ ബേരേദിലെത്തത്തില്ല. ഇന്ന് പകൽ ദൈവ നിനക്കും നിന്റെ തലമുറയ്ക്കും എതിരായി വിധി എഴുതിയ ചില ബേരേദുകൾ ദൈവത്തിന്റെ അധികാരത്തിൽ ഞങ്ങൾ അഭിഷക്തന്മാർ ചേർന്ന് ക്യാൻസൽ. ബേരേദിന്റെ വഴി ഞാൻ അടച്ചു പ്രാർത്ഥിക്കുന്നു. ഞാൻ ബേരേദിന്റെ വഴി അടച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരു നിമിഷം ആത്മാവിൽ ശക്തിയോടെ നിനക്കെതിരായ ബേരേദുകളെ ക്യാൻസൽ ചെയ്താട്ട് ചില ബേരേദുകൾ ഇതിനകത്ത് ക്യാൻസൽ ആവാൻ പോവുകയാണ്. അന്യഭാഷകളിൽ ആത്മാവിൽ ആരാധിച്ചു കയറിയേ യേശുവിന്റെ നാമത്തിൽ ചില ബേരേദുകൾ ഇതിനകത്ത് ക്യാൻസൽ ആകട്ടെ. ശക്തമായി ആരാധിച്ചു കയറിയേ, ശക്തമായി ആരാധിച്ചു കയറിയേ. നിന്നെ ബേരേദിലെത്തിക്കാൻ, നിന്റെ ബിസിനസ് പൊളിച്ചൊരു ബേരേദിലെത്തിക്കാൻ, നിന്റെ തലമുറയെ പൊളിച്ചൊരു ബേരേദിലെത്തിക്കാൻ. യെസ്, സാറ എത്ര പീഡിപ്പിച്ചാല് ഹാഗാറേ നീ ബേരേദിലെത്തത്തില്ല. ഇന്ന് പകൽക്കാല ചില ബേരേദിന്റെ വഴി ദൈവം അടയ്ക്കട്ടെ. Ramsia Prabasala Prabhatarabania Lasmoria Namahasiya Prabartani
Lakatiana, Albakatia, Pramosia, Rasmania, Latonia, Lapro, Seba, Lamturia, Lamsimini Prabo, Latania, Prosmara Hadana Hadanadia, Los Maria Prabatania, Latimini Prabosmara, Dibos Maharia, Los Saragadagati, Pramos Materia, Laintania, Prausmela Baba. Jesus. Amen. Shaltari Pravartani. സ്തോത്രം. ബേരേതിലെത്തുന്നതിന് മുന്നമേ ഹാഗാറിനെ ദൈവം കണ്ടു. അടുത്ത വാക്യം എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് അതിൻ്റെ 15-ാം വാക്യം. 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പിന്നെ ഹാഗാർ അബ്രാമിന് ഒരു മകനെ പ്രസവിച്ചു. അതിൻ്റെ അടുത്ത ഭാഗം എഴുതിയിരിക്കുകയാണ്: ഹാഗാർ പ്രസവിച്ച തൻ്റെ മകന് അബ്രാം ഇസ്മായേൽ എന്ന് പേരിട്ടു. ഇസ്മായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഗോഡ് വിൽ ഹിയർ, ദൈവം കേൾക്കും. ഇനി ഇത് മുമ്പും പിമ്പും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ബേർലഹൈരോയിൽ വെച്ച് ഹാഗാർ എന്താ പറഞ്ഞത്? ദൈവം എന്നെ കാണുന്നു. ഇപ്പോൾ ഇസ്മായേൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ദൈവം എന്നെ കേൾക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എന്നെ കാണുകയും എൻ്റെ ദൈവം എന്നെ കേൾക്കുകയും ചെയ്യും. ബേരേതിൽ എത്തുമെന്ന് വിധി എഴുതിയ ഹാഗാർ ഇപ്പം പറയുക, എന്നെ കേൾക്കാനും കാണാനും ഒരുത്തനുണ്ടെന്ന്. ഇന്ന് പകൽക്കാലം കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞ് ബേരേതിലെത്തുവോ? ബേരേതിലെത്തുവോ? ഇല്ല. നമ്മൾ ബേരേതിലെത്താനല്ലെന്നേ തമ്പുരാൻ നിന്നെ വിളിപ്പിച്ചത്. നീ ബേരേതിലെത്തത്തില്ല, നീ തകർച്ചയിലെത്തത്തില്ല. പകരം നീ എത്തും, ആമേൻ, നിന്റെ മേൽ ദൈവം കിടക്കുന്ന വാഗ്ദത്തത്തിൻ്റെ സ്ഥലത്ത്. ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനകൾക്കകത്ത് ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുന്ന ഒരു കാര്യം പറയാം. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ പ്രത്യക്ഷമായ ഉണർവോ പ്രത്യക്ഷമായ വിടുതലുകളോ എന്ത് നടന്നുവെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുന്ന ഒരു കാര്യം പറയാം. ഇൻവിസിബിൾ റലത്തിൽ, അദൃശ്യ മണ്ഡലങ്ങളിൽ ശക്തമായ ചില സംഭവങ്ങൾ ദൈവാത്മാവ് ചിലത് ഇതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ വിടുതലുകൾ ഈ ആലയത്തിനകത്ത്, ഇതിനകത്ത്, കുടുംബങ്ങൾക്കകത്ത് പുറത്തു വരും. ഇത് നീ ബേരേതിലെത്തത്തില്ല. ജൂലൈ മാസം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ശത്രു പറഞ്ഞതും നീ ആശങ്കപ്പെടുന്നതുമായ ബേരേതിൽ നീ എത്തത്തില്ല. പകരം നിനക്കൊരു ഇസ്മായേൽ ഉണ്ടാകും. ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നിന്നെ കണ്ടു എന്ന് പറഞ്ഞുവെങ്കിൽ ഈ ജൂലൈ മാസം കഴിയുമ്പോൾ നിനക്കൊരു ഇസ്മായേലിന്റെ സാക്ഷ്യം കാണോ, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന്. നിന്നെ കണ്ടവൻ നിന്നെ കേൾക്കുകയും ചെയ്തുവെന്നുള്ള ഉറപ്പ്. ഈ മെയ് മാസത്തിൽ, ഈ ഏപ്രിൽ മെയ് മാസത്തിൽ അവൻ നിന്നെ കണ്ടുവെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അവൻ നിന്നെ കേട്ടുവെന്നുള്ളൊരു ഉറപ്പും കൂടെ നിനക്ക് ലഭിക്കും. ആമേൻ. അപ്പം യാക്കോബ് റാഹേലിനെ കണ്ടു, ഒരു ഉറവ തുറന്നു കൊടുത്തു. ഹാഗാറിനെ ഒരു ഉറവിങ്കൽ വെച്ച് കണ്ടു. കർത്താവ് അവളെ ബേരേതിലെത്താതെ വണ്ണം ദൈവം അവളെ തിരികെ നടത്തി. ദൈവം കാണും സഹോദരങ്ങളെ. ദൈവം ഒരു മനുഷ്യനെ കാണും. ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ, എൻ്റെ ദൈവം എന്നെ കണ്ടു ചിലത് ചെയ്യും. എന്താണ് ദൈവം കാണുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്നറിയാമോ? ദൈവം കാണുമ്പോഴുള്ള ഒരു പ്രത്യേകത, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ, പക്ഷേ 20 പേരെ അവിടെ കണ്ടാലോ എന്നവൻ പറഞ്ഞതിന് ഞാൻ 20 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് കർത്താവ് അരുളി ചെയ്തു. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ ദൈവമക്കളുടെ അടുക്കൽ ആ ഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അബ്രാമിൻ്റെ വീട്ടിൽ മമ്രെ തോപ്പിൽ ദൈവം ചെന്നു. ദൈവവും കൂടെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. 3 പുരുഷന്മാർ അബ്രാമിൻ്റെ വീട്ടിൽ ചെന്നു. അബ്രാം അവരെ സൽക്കരിച്ചു. അബ്രാമിൻ്റെ അടുക്കൽ ദൈവവും ദൂതന്മാരും യാത്ര പറഞ്ഞിട്ട് അവർ അബ്രാമിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. പക്ഷേ യാത്ര പറഞ്ഞിട്ട് അബ്രാം എന്ത് ചെയ്തില്ലെന്നറിയാമോ? അവരെ വിട്ടുപിരിഞ്ഞില്ല. അബ്രാം ദൈവത്തിൻ്റെ കൂടെ തന്നെ നടക്കുകയാണ്.
കുറച്ചു ദൂരം പോയി കഴിഞ്ഞിട്ടും അബ്രാം തന്നെ വിട്ടുപിരിയുന്നില്ല. അപ്പോൾ ദൈവം തൻ്റെ കൂടെ വന്ന 2 ദൂതന്മാരുടെ അടുക്കൽ എന്തോ പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ മുമ്പോട്ട് പൊക്കോളാൻ പറഞ്ഞു. അബ്രാമിൻ്റെ വീട് വരെ ദൈവവും ദൂതന്മാരും കൂടെ വന്നു. അബ്രാമിൻ്റെ അടുക്കൽ യാത്ര പറഞ്ഞ് ദൈവവും ദൂതന്മാരുടെ യാത്ര പുറപ്പെടുകയാണ്. പക്ഷെ അബ്രാം വിട്ടുപിരിയാതെ നിന്നപ്പോൾ ദൈവം ദൂതന്മാരെ പറഞ്ഞു വിട്ടിട്ട് അബ്രാമിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഞാൻ ഇതിനകത്തുനിന്ന് ഒരു വെളിപ്പാട് പറഞ്ഞ് മുമ്പിലേക്ക് കയറാം. ദൈവം ദൂതന്മാരുടെ നടുവിൽ വസിക്കുന്നവനാണ്. ദൈവം ദൂതന്മാരുടെ ആരാധ്യനാണ്. പക്ഷേ നീ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ, നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ, സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധന വിട്ടിട്ട് ദൈവം നമ്മുടെ ആരാധനയിലേക്ക് ഇറങ്ങി വരും. ഹോ അമേൻ, 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 അമേൻ. ദൈവം ദൂതന്മാരുടെ നടുവിൽ വസിക്കുന്നവനാ. പക്ഷേ ഞാനും നിങ്ങളും ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ കെരൂബുകളുടെ മധ്യേ വസിക്കുന്നവൻ കെരൂബുകളുടെ നടുവിൽ നിന്ന് ഇറങ്ങി 2 3 പേർ കൂടി നിൽക്കുന്ന ഇറങ്ങി നിൽക്കാം. കെരൂബുകളുടെ നടുവിൽ വസിക്കുന്നവൻ നമ്മൾ 2 പാവപ്പെട്ടവരിയ്ക്കുമ്പോൾ ഇറങ്ങി വരുമെന്ന് ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൈവത്തെ ഇങ്ങനെ പ്രസംഗിക്കാം. ദൂത സാന്നിധ്യത്തെ കാട്ടിലോ തൻ്റെ ജനത്തിൻ്റെ കൂടെ നടുവിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന ദൈവ, കരുണാസമ്പന്നനായിരിക്കുന്ന ദൈവ. അപ്പം ദൂതന്മാരെ പറഞ്ഞു വിട്ടിട്ട് ദൈവം ഇപ്പൊ ആരുടെ കൂടെ നിൽക്കുകയാണെന്നറിയാമോ? ദൈവം അബ്രാമിൻ്റെ കൂടെ നിൽക്കുക. എന്നിട്ട് ദൈവം മനസ്സിൽ പറയുക, അബ്രാമിൻ്റെ സ്നേഹിതനാ, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ അബ്രാമിൻ്റെ അടുക്കൽ പറയാതൊന്നും ഞാൻ ചെയ്യത്തില്ല. എന്നിട്ട് അബ്രാമിൻ്റെ അടുക്കൽ പറയുകയാണ്, അബ്രാം, ഇവരെ 2 പേരെ ഞാൻ സൊദോമിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. സൊദോം ഗൊമോറ ഈ 2 പട്ടണങ്ങളിൽ നിന്ന് ഭയങ്കര നിലവിളിയാ. അവിടുത്തെ ചാനൽ എപ്പോൾ ഓപ്പൺ ചെയ്താലും സ്വർഗത്തിലേക്ക് ഭയങ്കര നിലവിളി വരിക. അത് കാരണമാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. ആ നിലവിളിക്ക് തക്കവണ്ണോ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടോ എന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയുകയാണ്. ആമേൻ. അങ്ങനെ നോക്കാൻ വേണ്ടി വന്നിട്ട് ദൈവം ഇവരെ 2 പേരെയും പറഞ്ഞു വിട്ടോ. ഇത് കേട്ടപ്പോൾ അബ്രാമിൻ്റെ അകത്തൊരു തീ, അബ്രാമിൻ്റെ അകത്തൊരു വേദന. എന്താ കാരണമെന്നറിയാമോ? അബ്രാമിൻ്റെ കൂടപ്പിറപ്പ് അവിടെ കിടപ്പുണ്ട്, ലോത്ത്. ആമേൻ. സൊദോമിൽ തീ കത്തുന്നതിന് മുന്നമേ ആദ്യം തീ കത്തിയത് ആരുടെ ചങ്കിലാണെന്നറിയാമോ? അബ്രാമിൻ്റെ ചങ്കിനകത്താ തീ കത്തിയത്. അബ്രാം ദൈവത്തിൻ്റെ അടുക്കൽ ചോദിച്ചു, കർത്താവേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ ഒരു 50 നീതിമാന്മാരെ നീ കണ്ടാൽ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞു, 50 പേരെ കണ്ടാൽ നശിപ്പിക്കത്തില്ല. ആമേൻ. പിന്നൊരു സംശയം, അവിടെ 50 പേരൊന്നും എനിക്ക് പരിചയക്കാരില്ലല്ലോ, 5 പേര് കുറഞ്ഞു പോയാലോ? 45 പേരെ കണ്ടാലോ? കർത്താവ് പറഞ്ഞു 45 പേരെ കണ്ടാലും നശിപ്പിക്കത്തില്ല. ആമേൻ. പിന്നെ ഒരു 5 കുറച്ചു, 40 പേരെ കണ്ടാലോ? ആമേൻ. ദൈവം പറഞ്ഞു 40 പേരെ കണ്ടാലും നശിപ്പിക്കത്തില്ല. പിന്നെയും ചോദിച്ചു 20 പേരെ കണ്ടാലോ? ദൈവം പറഞ്ഞു നശിപ്പിക്കത്തില്ല. പിന്നെയും ചോദിച്ചു, കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ, ലാസ്റ്റായിട്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കുക, 10 പേരെ കണ്ടാൽ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചോ? ആമേൻ. അതിൻ്റെ 32-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കർത്താവെ കോപിക്കരുതേ, ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും. ആമേൻ. പക്ഷെ 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന്. അതിൻ്റെ ബാക്കി ദൈവം അബ്രാമിൻ്റെ അടുക്കൽ പറഞ്ഞില്ല. എന്താ ദൈവം അബ്രാമിൻ്റെ അടുക്കൽ പറയാഞ്ഞത്? എന്താ ദൈവം അബ്രാമിൻ്റെ അടുക്കൽ പറയാഞ്ഞത്? അബ്രാം ദൈവത്തോട് ചോദിച്ചില്ല. ഇന്ന് പകലൊരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയാം. നിനക്ക് ചോദിക്കാൻ കൽപ്പുള്ളിടത്തോളം ദൈവം നിന്നോട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. നിനക്ക് പ്രാർത്ഥിക്കാൻ കൽപ്പുള്ളിടത്തോളം ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഞാൻ ആവർത്തിക്കുന്നു, നിനക്ക് ചോദിക്കാൻ കൽപ്പുള്ളിടത്തോളം ദൈവം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. നിനക്ക് പ്രാർത്ഥിക്കാൻ കൽപ്പുള്ളിടത്തോളം ദൈവം അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. സ്തോത്രം. അപ്പം അബ്രാം ചോദിച്ചു, 10 പേരെ കണ്ടാൽ നശിപ്പിക്കുമോ? ഇല്ല. വാസ്തവത്തിൽ അവിടെ എത്ര പേരുണ്ടായിരുന്നെന്നറിയാമോ? നീതിയുള്ളവർ ഒരു 4 പേരെന്ന് നമുക്കങ്ങ് കൂട്ടാം. എങ്ങനെയൊക്കെ നോക്കിയാലും എത്ര പേരെ ഉണ്ടായിരുന്നുള്ളൂ? 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അബ്രാം ചോദിക്കാഞ്ഞുകൊണ്ട് ദൈവം അങ്ങനെ അങ്ങ് പോയി. പക്ഷെ അബ്രാമിനോട് പറയാനുള്ള മറുപടി ദൈവത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ദൈവം അത് അബ്രാമിനോട് പറഞ്ഞില്ല, കാരണം അബ്രാം ചോദിച്ചില്ല. ഇന്ന് പകലൊരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ദൈവം തരാനുള്ള പല നന്മകളും നമുക്ക് തരാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം ചെയ്യാനുള്ള പല വീര്യപ്രവർത്തികളും നമ്മുടെ നടുവിൽ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് ചോദിച്ചു മേടിക്കാൻ ചിലരില്ലാത്തത് കൊണ്ടാണ്. ഈ നാളുകളിൽ ദൈവത്തിന് പട്ടണത്തിലൊരു ഉണർവ് അയക്കാനുണ്ട്, ദൈവത്തിന് ദേശത്തിലൊരു ഉണർവ് ചെയ്യാനുണ്ട്. അത് ചോദിക്കാൻ ഒരുത്തനുണ്ടോ?
അത് മേടിക്കാൻ, ആ കൃപ മേടിക്കാൻ ഒരുത്തനുണ്ടോ? ആ ഉണർവിൻ്റെ അഗ്നിയെ എൻ്റെ കയ്യിൽ താ എന്ന് പറയാൻ ഒരുത്തനുണ്ടോ? ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞു മക്കളുടെയൊക്കെ അടുക്കൽ ഞാൻ പറയുക, കർത്താവ് തരാൻ ഒരുക്കുക. പക്ഷെ നിനക്കൊന്ന് ചോദിക്കാമോ ദൈവത്തിൻ്റെ കയ്യിൽ, കർത്താവേ എൻ്റെ മേലൊരു അഭിഷേകം എന്താ കർത്താവേ, എൻ്റെ മേലൊരു കൃപാവരം എന്താ കർത്താവേ, എൻ്റെ മേലൊരു ശുശ്രൂഷ താ കർത്താവേ, എൻ്റെ മേലൊരു അഭിഷേകം എന്താ കർത്താവേ, എൻ്റെ മേലൊരു വീര്യപ്രവൃത്തി താ കർത്താവേ. നീ ചോദിക്കാമെങ്കിൽ കർത്താവ് അത് തരും. അബ്രഹാം ചോദിച്ചില്ല, ദൈവം പറഞ്ഞതുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ മനസ്സിൽ എന്ത് ചെയ്യുകയായിരുന്നോ, ഇത് അവിടെ തന്നെ കിടക്കുകയായിരുന്നു. ഏറിയ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രായേൽ ജനം ബാബിലോണിലേക്ക് പ്രവാസികളായി പിടിക്കപ്പെട്ടുകൊണ്ടുപോയ ഇടത്തു വെച്ച് പുരോഹിതപുത്രനായ ബൂസിയുടെ മകനായിരിക്കുന്ന യെഹെസ്കേല് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ ദൈവം പറയാൻ ആഗ്രഹിച്ചിരുന്നതായ ഒരു മറുപടിയുണ്ട്. ആ വിഷയത്തെ ദൈവം യെഹെസ്കേലിന്റെ അടുക്കൽ പറയുകയാണ്. യെഹെസ്കേലിന്റെ പുസ്തകം 22-ാം അധ്യായം. ആമേൻ. ആ വാക്യം ഒന്ന് വായിക്കണം കേട്ടോ. യെഹെസ്കേലിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ പറയുകയാണ്. ആമേൻ. ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം, ഒന്ന് വായിച്ചു തരാമോ? യെഹെസ്കേൽ 22:30. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. അബ്രഹാം എത്രയിൽ കൊണ്ടുവന്ന് നിർത്തി? 10 കൊണ്ടുവന്ന് നിർത്തി. പക്ഷെ ദൈവം ഇവിടെ യെഹെസ്കേലിന്റെ അടുക്കൽ പറയുക, നിന്റെ വല്യപ്പൻ അബ്രഹാം 10 പേരുണ്ടെങ്കിലേ ഒരു പട്ടണം രക്ഷിക്കപ്പെടത്തുള്ളൂ എന്നാ ചിന്തിച്ചത്. അതിൻ്റെ താപ്പോട്ട് ചോദിക്കാൻ അയാൾക്ക് ബലമില്ലായിരുന്നു. പക്ഷേ യെഹെസ്കേലേ, എൻ്റെ പ്ലാൻ ഞാൻ നിന്നോട് പറയാം. അബ്രഹാമിൻ്റെ കൂട്ട് 10 പേരെ വേണ്ട എനിക്ക്. പകരം ഞാൻ ഒരു ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അതിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കാൻ തക്കവണ്ണം ഞാൻ 10 പേരെ അന്വേഷിച്ചെന്നല്ല പറഞ്ഞത്, ഞാൻ ഒരുത്തനെ അന്വേഷിച്ചു. അടുത്ത വാക്യം എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? കണ്ടില്ല താനും. അപ്പൊ ദൈവം എത്ര പേരെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? ദൈവം എത്ര പേരെ കാണാൻ ആഗ്രഹിക്കുന്നു? ഒരുത്തനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരുത്തനെ കണ്ടാൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഒരു പട്ടണത്തെ, ഒരു ദേശത്തെ ദൈവത്തിന് രക്ഷിക്കാൻ കഴിയും. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ, യൗവനക്കാരുടെ അടുക്കൽ ഞാൻ പറയാം, നീ ഒരുത്തനെ വെച്ച് ദൈവത്തിനൊരു ദേശത്തെ രക്ഷിക്കാൻ കഴിയും. യെസ്, ആമേൻ. ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ, ഞാൻ ഒരുത്തനെ കൊണ്ട് ദൈവത്തിനൊരു പട്ടണത്തെ രക്ഷിക്കാൻ കഴിയും. ആമേൻ. ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന്, ഒരു രാജ്യം നശിക്കാതിരിക്കേണ്ടതിന് രാജ്യത്തിൽ എത്ര സഭ വേണം, എത്ര അഭിഷക്തന്മാർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ പറഞ്ഞേ, തിരുവെഴുത്ത് പറയുന്നു, ഒരു ദേശം നശിക്കപ്പെടാതിരിക്കണമെങ്കിൽ അവിടെ 10 സഭ വേണമെന്നല്ല പറയുന്നത്, അവിടെ 100 പാസ്റ്റർമാർ വേണമെന്നല്ല പറയുന്നത്, അവിടെ ആര് മതി? ഒരുത്തൻ മതി. ഇന്ന് പകൽക്കാല ദൈവം ഈ ദേശത്തെ നോക്കുമ്പോൾ, ഈ ദേശത്തിന്റെ സംരക്ഷണ ഭിത്തിയായി, ഈ ദേശത്തിന്റെ വിടുതലായി, ഈ ദേശത്തിന്റെ വീണ്ടെടുപ്പായി ഞാൻ ഒരുത്തനെ ദൈവം കാണണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? ദേശത്തിന് പ്രാർത്ഥനയുടെ മതിൽ കെട്ടി രാത്രിയുടെ യാമങ്ങളിൽ ഇടിവിൽ നിൽക്കുവാൻ തക്കവണ്ണം. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഇടിവിൽ നിൽക്കണം, മതിൽ കെട്ടണം, ഇടിവിൽ നിൽക്കണം. 2 കാര്യങ്ങളാണ് പറയുന്നത്. മതിൽ കെട്ടുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ മതിൽ കെട്ടുക. ഇന്ന് പകൽക്കാല ദൈവജനത്തിൻ്റെ അടുക്കൽ ഞാൻ പറയുന്നു, രാത്രിയുടെ യാമങ്ങൾ മതിൽ കെട്ടാൻ, ആമേൻ, പ്രാർത്ഥനയുടെ മതിൽ കെട്ടാൻ ഇതിനകത്ത് ദൈവം ഒരുത്തനെ എഴുന്നേൽപ്പിച്ചാൽ അത് ദേശത്തിൻ്റെ വിടുതലായിരിക്കുക. ഞാൻ പറയട്ടെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എൻ്റെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എൻ്റെ ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, എൻ്റെ പ്രമോഷന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, നിനക്ക് മതിൽ കെട്ടാനല്ല, ദേശത്തിന് മതിൽ കെട്ടാൻ. ഇന്ന് പകൽ ഇതിനകത്ത് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം അന്വേഷിക്കുന്നത് ആരെയാണെന്നറിയാമോ? ദേശത്തിന് മതിൽ കെട്ടാൻ ഒരുത്തനുണ്ടോ? എൻ്റെ പിള്ളേർക്ക് ജോലി കിട്ടാൻ വേണ്ടി, എൻ്റെ കുടുംബം ഗൾഫിൽ പോകാൻ വേണ്ടി, എൻ്റെ മരുമകന് വിസ കിട്ടാൻ വേണ്ടി, എൻ്റെ മോൾ IELTS പാസ്സാവാൻ വേണ്ടി,
അതെല്ലാം ആവശ്യമാണ്. അത് നിന്റെ അന്വേഷണമാണ്. പക്ഷെ ഇന്ന് ദൈവം അന്വേഷിക്കുന്നു ദേശത്തിന് മതില് കെട്ടാൻ, ദേശത്തിന് മതില് കെട്ടാൻ. ഇന്ന് ഈ പകൽക്കാല ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ പകലിൽ ആ നിയോഗത്തെ എത്ര പേര് ഏറ്റെടുക്കുക? ഞാൻ പ്രായമുള്ളവരെ വിടുകയാണ്. ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ യൗവനക്കാരുടെ അടുക്കൽ ഞാൻ ചോദിക്കുന്നു, ഒരു ദേശത്തെ പണിയാൻ വേണ്ടി, ഒരു ദേശത്തിന് വേണ്ടി മതില് കെട്ടാൻ ഇതിനകത്ത് എത്ര പേർ ആത്മാവിൽ ഐക്യപ്പെടാം? ഇതിനകത്ത് ഞാൻ ചിലരെ ആത്മാവിൽ ഉത്തേജിപ്പിക്കുകയാണ്. മക്കളെ, നിന്റെ പ്രാർത്ഥനകൾ രാജ്യങ്ങൾക്ക് വേണ്ടിയാകട്ടെ, നിന്റെ പ്രാർത്ഥനകൾ ദേശത്തിന് വേണ്ടിയാകട്ടെ. ഇതിനകത്ത് ദൈവത്തിനൊരു ദാവീദിനെ വേണോ? ഇതിനകത്ത് ദൈവത്തിനൊരു നെഹമ്യാവിനെ വേണോ? ഇതിനകത്ത് ദൈവത്തിന് ഒരു ദാനിയേലിനെ വേണോ? ഇതിനകത്ത് ദൈവത്തിനൊരു പൗലോസിനെ വേണോ? ആമേൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ മുമ്പിലുള്ള മീറ്റിങ്ങുകളെയൊക്കെ വെച്ച് രാത്രിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ ചർച്ചിൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗം എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. ആമേൻ. ദാവീദിൻ്റെ അടുക്കൽ ദാവീദിൻ്റെ ജ്യേഷ്ഠന്മാർ ചോദിക്കുകയാണ്, അപ്പൻ്റെ ആടുകളെ ഉള്ളത് വിട്ടിട്ട് നീ എവിടെയാ വന്നിരിക്കുന്നത്? അപ്പോൾ ജ്യേഷ്ഠന്മാരെന്താ പറയുന്നതെന്നറിയാമോ? നീ വീട്ടുകാര്യം നോക്കി നിന്നാൽ മതി, നീ വീട്ടുകാര്യം നോക്കി നിന്നാൽ മതി. ഇന്ന് പകൽക്കാലം എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ, യൗവനക്കാരുടെ അടുക്കൽ പറയുകയാണ്, നീ വീട്ടുകാര്യം നോക്കി ഒതുങ്ങണമെന്ന് പിശാച് നിനക്കെതിരെ പദ്ധതി ഇടുമ്പോൾ സ്വർഗം നിന്നോട് പറയുകയാണ്, നീ വീട്ടുകാര്യം നോക്കി ഒതുങ്ങേണ്ടവനല്ല, നീ പട്ടണത്തെ പിടിക്കേണ്ടവനാണ്, നീ രാജ്യത്തെ പിടിക്കേണ്ടവനാണ്. നീ ദാവീദ് അപ്പന്റെ ആടുകളെ മേയ്ക്കേണ്ടവനല്ല, ദാവീദ് ദൈവത്തിന്റെ ആടുകളെ അല്ല, ഒരു രാഷ്ട്രത്തെ. ഹോലി ഹോലി ഹോലി. ഇന്ന് പകൽ ഇതിനകത്ത് അപ്പാ ദേശത്തിന് ഞാൻ മതില് കെട്ട, നിന്റെ 5 സെന്റ് വീടിന് മതില് കെട്ടുന്നതല്ല കേട്ടോ. ആമേൻ. നിന്റെ റബ്ബറും തോട്ടത്തിന് വേലി കെട്ടുന്നതല്ല കേട്ടോ. യെസ്, പകരം ദേശത്തിന് മതില് കെട്ടാൻ, ദേശത്തിന് മതില് കെട്ടാൻ. ഹൽബ റാസിഹ ലക്കറ്റിയാന. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിലരുടെ മേൽ നിയോഗങ്ങളെ കൈമാറുകയാണ്. കേവലം അനുഗ്രഹം പ്രാപിക്കുന്നവരല്ല, കേവലം വിടുതൽ പ്രാപിക്കുന്നവരല്ല, പകരം നിയോഗം പ്രാപിക്കുന്നവർ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് വിടുതൽ കൈമാറുന്നതിനെ കാട്ടില്ല, അനുഗ്രഹം കൈമാറുന്നതിനെ കാട്ടില്ല, ദൈവം ചിലരുടെ മേൽ നിയോഗങ്ങളെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. നിയോഗങ്ങൾ അതരം തുറന്ന് പ്രാർത്ഥിച്ചു കയറട്ടെ. ചിലരുടെ മേൽ ദൈവത്തിന്റെ നിയോഗങ്ങൾ കൈമാറുന്ന പകലാണിത്. ഹോലി സ്പിരിറ്റ് ഒരു നിയോഗത്തെ കൈമാറുന്നു. പരിശുദ്ധാത്മാവ് ഒരു നിയോഗത്തെ. നീ നെഹമ്യാവിനെ പോലെ ഒരു പട്ടണത്തിന് മതില് കെട്ടോ, നീ ദാവീദിനെ പോലെ ഒരു രാജ്യത്തിന് വേണ്ടി നിൽക്കോ. ഞാൻ യൗവനക്കാരെ പ്രത്യേകം ഫോക്കസ് ചെയ്ത് പറയുന്നു. നീ നിന്റെ കുടുംബത്തിന് മതില് കെട്ടുന്നവനല്ല, നീ ഒരു ദേശത്തിന് മതില് കെട്ടുന്നവനാ. കുഞ്ഞുങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു കയറിയാട്ടെ. ഇന്ന് പകൽ ഇതിനകത്ത് ഒരു തലമുറയെ സ്വാധീനിക്കുന്ന, ഒരു കാലഘട്ടത്തെ സ്വാധീനിക്കുന്ന, ഒരു രാജ്യത്തെ സ്വാധീനിക്കുന്ന അഭിഷക്ത നിയോഗങ്ങൾ ഇതിനകത്ത് കൈമാറുമ്പോൾ ഒരു രാജകീയ അധികാര, ഒരു അഭിഷേകത്തിന്റെ കൈവപ്പ് നിന്റെ മേൽ സ്വർഗം കൈവക്കട്ടെ. സ്വർഗത്തിന്റെ കൈവപ്പ്, ആത്മാവിന്റെ കൈവപ്പ് ഇന്ന് പകൽ നിന്റെ മേൽ സ്വർഗം അത് ചെയ്യട്ടെ. ഓ സബാ ലതാഷ് പ്രഭാസ് ബലോട്ടി ബലോട്ടി ബഖാം പ്രഭാസി വാതിബിനിയ പ്രമസ്യ ലാംഥോർ മനസ്യ പ്രഭാഷ് മെഹനിയ ലതുരിയ പ്രമഷ്മർഥേനിയ.
അപ്പൊ ദൈവത്തിന് ഒരാളെ കാണണം. ആരെയാണ് ദൈവത്തിന് കാണേണ്ടതെന്നറിയാമോ? ദേശത്തിന് മതിൽ കെട്ടാൻ കെപ്പുള്ള ഒരുത്തനെ. ദേശത്തിന് മതിൽ കെട്ടിയിട്ട് അവൻ എവിടെ നിൽക്കുകയാണെന്നറിയാമോ? അവൻ ഇടിവിൽ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെ ഇടയിൽ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധിക്കും പാപത്തിൻ്റെ ഇടയിൽ നിൽക്കാൻ, അധർമ്മത്തിനും നീതിക്കും ഇടയിൽ നിൽക്കാൻ, അന്ധകാര ശക്തികൾക്ക് പൈശാചിക രാജ്യത്വത്തിനും ദൈവരാജ്യത്തിനും ഇടയിൽ നിൽക്കാൻ. എന്നാൽ മതിൽ കെട്ടിയ മാത്രം പോരാ, ഒരു സ്പിരിച്വൽ വാർഫെയറിനകത്ത് നിൽക്കുന്ന ഒരുത്തനെ, ആത്മീക യുദ്ധത്തിൽ നിൽക്കുന്ന ഒരുത്തനെ ദൈവം അന്വേഷിക്കുകയാണ്. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ചിലരെ സ്പിരിച്വൽ വാർഫെയറിലേക്ക് പ്രൊമോട്ട് ചെയ്യട്ടെ. കേവലം ഒരു പ്രാർത്ഥന മനുഷ്യനല്ല, ഒരു പ്രാർത്ഥനാ വീരനായി നിന്റെ പ്രാർത്ഥനാ മുറിയിൽ അന്ധകാര ശക്തികളോട് വെല്ലുവിളിക്കുന്ന ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, പകരം ദൈവത്തിന്റെ സന്നിധിയിൽ കോട്ടകളെ ഇടിപ്പാൻ എന്റെ പ്രാർത്ഥന മുറിയിൽ എനിക്ക് അന്ധകാര ശക്തികളെ ബന്ധിക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നു? എന്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് വരുത്തുപോക്കുകളെ ശാസിക്കണം. എന്റെ പ്രാർത്ഥനാ മുറിയിൽ അന്യാരാധന ശക്തികളെ എനിക്ക് ബന്ധിക്കണം. ഇന്ന് പകൽക്കാല ഇടിവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് വേണ്ടി അന്ധകാര ശക്തികൾക്കെതിരെ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന സ്പിരിച്വൽ വാർഫെയർ ഇന്ന് പകൽ ഇതിനകത്ത് ചിലരുടെ മേൽ ഒരു അഭിഷേകം ദൈവം കൈമാറാൻ പോവുകയാണ്. An anointing of spiritual warfare. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ അന്ധകാര ശക്തികളുടെ പോർമണ്ഡലങ്ങൾ ഓപ്പൺ ആകട്ടെ. ഇതാ പരിശുദ്ധാത്മാവ് ചിലരെ ശക്തീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് ചിലരെ ശക്തീകരിക്കുന്നു. ദൈവാത്മാവ് ചിലരെ തൊടുന്നു. അന്ധകാര ശക്തികളെ തകർക്കുവാൻ, പൈശാചിക നുഖങ്ങളെ ഒടിക്കുവാൻ, ദുരാത്മ സേനയോട് എതിർത്ത് നിൽക്കുവാൻ ഇന്ന് പകൽക്കാല ആത്മാവ് ചിലരെ ശക്തീകരിക്കുന്നു. അതരം തുറന്ന അന്യഭാഷകളിൽ ആത്മാവിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കട്ടെ. ആത്മമണ്ഡലം ചിലരുടെ മേൽ തുറന്നു വരട്ടെ. ആത്മമണ്ഡലം ചിലരുടെ മേൽ തുറന്നു വരട്ടെ. സ്പിരിച്വൽ റലം, സ്പിരിറ്റ് റലം ഓപ്പൺ ആകട്ടെ. ഇന്ന് പകൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട് സ്പിരിറ്റ് റലം ഓപ്പൺ ആകട്ടെ. സ്പിരിറ്റ് റലം ഓപ്പൺ ആകട്ടെ. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൂതന്മാർ ഇറങ്ങട്ടെ. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ അന്ധകാര ശക്തികൾ എഴുന്നേറ്റ് വരട്ടെ. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ അന്യാരാധന ശക്തികൾ വെളിപ്പെടട്ടെ. പൗലോസ് പറയുകയാണ്, ഞാൻ കാണുന്നതിനെയല്ല കാണാത്തതിനെ എത്ര നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൃശ്യ മണ്ഡലങ്ങളെ കണ്ടു പ്രാർത്ഥിക്കുന്ന കാലത്തിനപ്പുറം അദൃശ്യ മണ്ഡലങ്ങളെ കണ്ടു പ്രാർത്ഥിക്കുന്ന, അദൃശ്യ ലോകത്തെ കണ്ടു പ്രാർത്ഥിക്കുന്ന, അദൃശ്യ ശക്തികളെ കണ്ടു പ്രാർത്ഥിക്കുന്ന, ജഡത്തിൽ വസിക്കുന്നതിനെ അല്ല, അശ്വരൂപികളെ, അദൃശ്യ രൂപികളെ കണ്ടു പ്രാർത്ഥിക്കുന്ന, ആത്മതലത്തെ തുറക്കുവാൻ കേവലം ആത്മതലം കണ്ടു പ്രാർത്ഥിക്കുവാൻ, വെളിപ്പാട് കണ്ടു പ്രാർത്ഥിക്കുവാൻ, ദൂതന്മാരെ കണ്ടു പ്രാർത്ഥിക്കുവാൻ, ഭൂതങ്ങളെ കണ്ടു പോരാടുവാൻ, പ്രേത ശക്തികളെ കണ്ടു പോരാടുവാൻ, അന്യാരാധന ശക്തികളെ കണ്ടു വെട്ടുവാൻ കഴിയുന്ന ഒരു ആത്മതലം. അന്യഭാഷകളിൽ തന്നെ ഒരു മിനിറ്റ് കരമടിച്ച് അജലം പ്രഭ ജപം പ്രവർത്താനിയ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മഹത്വത്തെ, അങ്ങയുടെ അദൃശ്യ മണ്ഡലത്തെ ഇന്ന് പകൽക്കാല ഇതിനകത്ത് ദുരാത്മാക്കളെ കണ്ടു ബന്ധിക്കുവാൻ, പൈശാചിക മണ്ഡലങ്ങളെ കണ്ടു ബന്ധിക്കുവാൻ, ഇരുട്ടിന്റെ നിഗൂഢ പദ്ധതികളെ പൊളിക്കുവാൻ, ആത്മാവിൽ ചില ദുർശക്തികളുടെ
താവളങ്ങളെ ഇടിച്ചു കളയുവാൻ കഴിയുന്ന ആത്മവ്യാപാരത്തിന്റെ അധികാരം, ആത്മശക്തിയുടെ അധികാരം ഇന്ന് പകലി ജനത്തിന്റെ മേൽ സ്വർഗം കൈമാറണമേ, സ്വർഗം കൈമാറണമേ, സ്വർഗം കൈമാറണമേ, സ്വർഗം കൈമാറണമേ. യെസ്, നിന്റെ സ്വപ്നങ്ങളിൽ പോലും ദൈവിക ദർശനങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. മറഞ്ഞു കിടക്കുന്ന ദേശത്തിന്റെ അണലി പോരുകളെ, സർപ്പശക്തികളെ പുറത്തെടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്ന, മെലിത്തയുടെ അണലിയെ വലിച്ചു പുറത്തെടുത്ത പൗലോസിന്റെ അധികാരം എഫെസോസിലെ വെളിച്ചപ്പാടത്തിയുടെ അകത്തു കിടന്ന ദുർഭൂതത്തെ പുറത്തെടുത്ത ദൈവശക്തി. നാമോ കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൃശ്യമായ വിഷയങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനപ്പുറം അദൃശ്യമായതിനോട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു ദൈവാത്മശക്തി. എഫെസോസിന്റെ മണ്ണിൽ കാലുകുത്തിയ പൗലോസ് 400 അടി നീളവും 200 അടി വീതിയുമുള്ള എഫെസോസിലെ അർത്തമിസ് ദേവിയുടെ നടുത്തട്ടിളക്കുകയാണ്. അമേൻ. അവിടെ തട്ടാൻ വിളിച്ചു പറയുകയാണ്. അമേൻ. പൗലോസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇവിടെ പ്രസംഗിച്ചു കൊണ്ട് നിന്നാൽ അർത്തമിസ് ദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരും എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ശബ്ദം കയറി വരുമ്പോൾ അമേൻ മൊസൈക്കിനകത്തും നിർമ്മിച്ചിരിക്കുന്ന മാർബിൾ ശിലകൾ കൊണ്ട് പണിതുയർപ്പിച്ചിരിക്കുന്ന അർത്തമീസിന്റെ മകുടം തകരുമെന്ന് ആമേൻ. വെളിച്ചപ്പാടത്തിയുടെ അകത്ത് ആവാഹിച്ച ദുർമന്ത്രവാദ ശക്തിയെ, ആഭിചാരത്തിന്റെ ദുർഭൂതത്തെ വലിച്ചു വെളിയിലെടുക്കുവാൻ പൗലോസിന്റെ മേൽ വ്യാപരിച്ച അഭിഷേക മെലിത്തയിൽ മറഞ്ഞു കിടന്ന അണലിയെ തീ വാരിയിട്ട് പൊക്കി വെളിയിലെടുക്കുവാൻ പൗലോസിൽ കത്തിയ ദൈവാധികാര ഇന്ന് പകൽക്കാലം നിന്റെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറുമ്പോൾ നീ പിറകിൽ നിൽക്കുന്നവനല്ല, നീ ഇടുവിൽ നിൽക്കുന്നവനായി മാറ്റപ്പെടും. രണ്ട് സംഗതികളുടെ ഇടയിൽ നിൽക്കുന്നതിന്റെ പേരാണ് എന്ത്? ഇടുവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അന്ധകാര ശക്തികൾക്കും ദൈവശക്തിക്കും ഇടയിൽ കയറി നീ നിൽക്കും. ദൈവരാജ്യത്തിനും പൈശാചിക രാജ്യത്തിനും ഇടയിൽ കയറി നിൽക്കും എന്ന് പറഞ്ഞാൽ നീ ആരായിരിക്കും? ഒരു അധികാരമുള്ള, അഭിഷേകമുള്ള ദൈവത്തിൻ്റെ ഒരു പടയാളിയായിരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ അതിനോട് ചേർത്ത് ഒരു സെൻറ്റൻസ് പറയട്ടെ. ആമേൻ. ഒരു യുദ്ധമില്ലാതെ എന്തുണ്ടാകത്തില്ല? ഒരു ജയം ഉണ്ടാകത്തില്ല. യുദ്ധമുണ്ടാകാതെ ചിലതിനെ കൈവശമാക്കാൻ കഴിയത്തില്ല. unless until you have a spiritual warfare in your prayer life. പ്രാർത്ഥനയ്ക്കകത്ത് ആത്മീക യുദ്ധം തുറക്കാതെ എന്തുണ്ടാകത്തില്ല? ജയം ഉണ്ടാകത്തില്ല. അപ്പം ജീവിതത്തിൽ ജയം ഉണ്ടാകണമെങ്കിൽ ആദ്യം പ്രാർത്ഥനയ്ക്കകത്ത് എന്തോ ഉണ്ടാകണം? ആത്മീക യുദ്ധം ഉണ്ടാകണം. നമ്മളെപ്പോഴും പറയും പോരാട്ടമോ 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 എന്ന്. എന്താ നമ്മൾ പറയുന്ന പോരാട്ടം? നമ്മൾ പറയുന്ന പോരാട്ടം തലവേദന, മൂക്കുവേദന, നെഞ്ചുവേദന, വയറ്റുവേദന, കാശിനില്ല, സാമ്പത്തിക ഞെരുക്കം, ജോലി പോക്ക്, ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന പോരാട്ടം. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് നിങ്ങൾ ഈ പോരാടുന്നവനെ ഒന്ന് ഇളക്കി വിട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, പകരം ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ഞങ്ങൾ എന്തു ചെയ്യും? കോട്ടകളെ ഇടിക്കും. വി മസ്റ്റ് ഹാവ്. അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൊക്കെ പറയുകയാണ്, നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥനയിൽ ഒന്നുകൂടെ പറഞ്ഞ്, നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥനയിൽ പോരാടണം. അപ്പോൾ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം?
പോരാടണം. പ്രാർത്ഥനയിൽ വെറുതെ സങ്കടപ്പെട്ട് ഇരുന്നാൽ മതിയോ? നമുക്കല്ല ഇന്ന് ഹന്നയുടെ പ്രാർത്ഥന മാത്രമേ അറിയത്തുള്ളൂ. ശബ്ദം കേൾക്കാതെ വിതുമ്പി ഞരങ്ങി എൻ്റെ സങ്കടം ദൈവസന്നിധിയിൽ പകരുകയത്രേ, എൻ്റെ സങ്കടം ദൈവസന്നിധിയിൽ പകരുകയത്രേ. അത് 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 പ്രാർത്ഥനയുടെ പ്രിലിമിനറി സ്റ്റെപ്പാണ്. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടിയവരല്ല. കരഞ്ഞ് പ്രാർത്ഥിച്ച് തുടങ്ങണം. പക്ഷെ നമ്മുടെ പ്രാർത്ഥന അടുത്തത് എവിടെ എത്തണമെന്നറിയാമോ? പ്രാർത്ഥനയിൽ പോരാടണമെന്നുള്ളത്. പ്രാർത്ഥനയിൽ പോരാടണമെന്നുള്ളത്. പ്രാർത്ഥനയിൽ പോരാടണം. പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചപ്പോൾ ആമേൻ, കർത്താവ് പൗലോസിനും ശീലാസിനും ഒരു ആശ്വാസം നൽകി. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അല്ല. അവർ ഭയങ്കരമായ ഞാനായിരുന്നു പൗലോസിൻ്റെ ശീലാസിൻ്റെ സ്ഥാനത്തെങ്കിൽ 2 മാസം കഴിയുമ്പോൾ സഭായോഗത്തിന് എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞേനെ. അന്ന് രാത്രി കടുത്ത വേദനയോടുകൂടെ ആമേൻ, സങ്കടത്തോടുകൂടി, മുറിവുകളോടുകൂടെ ആ കാരാഗ്രഹത്തിൽ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ട് കരഞ്ഞു. കർത്താവേ, ഇതിനാണോ നീ എന്നെ വേലയ്ക്ക് വിളിച്ചതെന്ന് ചോദിച്ചു. അന്ന് രാത്രി ഒരു ഭയങ്കര ആശ്വാസം എനിക്കുണ്ടായി. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്നിടം വരെ ഒരു പ്രയാസം ഇല്ലാതെ ഞാൻ സുഖമായിട്ടുറങ്ങി. അഭിഷക്തന്മാർ സഭയും തുടർന്നും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പക്ഷെ പൗലോസ് അങ്ങനെയല്ല പറഞ്ഞത്. ഞാനൊരു ആശ്വാസത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്, എൻ്റെ സങ്കടം പറഞ്ഞല്ല പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. എന്നെ അടച്ചിട്ട റോമ കാരാഗ്രഹത്തിൻ്റെ താഴ് തകർക്കാൻ, അതിൻ്റെ അധികാരത്തെ പൊളിക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. എൻ്റെ സഹോദരങ്ങളെ, അമ്മേ, പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ റോമ കാരാഗ്രഹത്തിൻ്റെ താഴിളകി എന്നുള്ളത് ഒരു ഭാഗം. പക്ഷേ അതൊരു അടയാളമായിരുന്നു. എന്താണെന്നറിയാമോ? നാളെ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർ അർദ്ധരാത്രികളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ റോമ സാമ്രാജ്യത്തിൻ്റെ അഡ്രസ് ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി കളയുമെന്നുള്ള ഒരടയാളമാണ് ദൈവം അവിടെ ഇട്ടത്. ആമേൻ. ഹെരോദാവ് പിറ്റേന്ന് പത്രോസിനെ കൊല്ലാനിരിക്കുന്ന രാത്രിയിൽ സഭയുടെ പ്രാർത്ഥനയുടെ നടുവിൽ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന്, ഇരുമ്പ് വാതിൽ തുറന്ന് 1-ാം കാവലിനെ 2-ാം കാവലിനെ നിശബ്ദമാക്കിക്കൊണ്ട് ദൈവം പത്രോസിനെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഒരു രാജ്യത്തിന്റെ വ്യവസ്ഥിതിയെ പൊട്ടിച്ചു കളയുകയായിരുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടോ, അധികാരങ്ങളോടോ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടോ, സ്വർലോകത്തിലെ ദുരാത്മ സേനകളോടുമത്രേ. പ്രാർത്ഥനയിൽ അന്ധകാര ശക്തികളെ വെട്ടിപ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥനയിൽ വാനമണ്ഡലത്തിലെ ആകാശത്തിലെ നക്ഷത്രഗതികളോട് പൊരുതി പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥനയിൽ ദുരാത്മ സേനകളോട് പൊരുതി പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥനയിൽ അന്യാരാധന ശക്തികളോട് എതിർത്തു നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ പ്രാർത്ഥനാ മുറി ദേശത്തിൽ അന്ധകാര ശക്തികൾക്കൊരു ഭീഷണിയാകട്ടെ. നിന്റെ പ്രാർത്ഥനാ മുറി പാതാളത്തെ ഒതുക്കുന്നതായിരിക്കട്ടെ. ദൈവത്തിന് ഒരുത്തനെ കാണണം. ആരെയാ ദൈവത്തിന് കാണേണ്ടിയത്? ഇടിവിൽ നിൽക്കുന്ന ഒരുത്തനെ, മതിൽ കെട്ടുന്ന ഒരുത്തനെ. അങ്ങനെയെങ്കിൽ ഞാൻ തിരികെ പറയുകയാണ്, മതിൽ കെട്ടുന്നവനെ ദൈവം കാണും, ഇടിവിൽ നിൽക്കുന്നവനെ ദൈവം കാണും. നമ്മുടെ ഇടയിലൊക്കെ ഒരു ധാരണയുണ്ട്, വെറുതെ പോയി പിശാചിനോട് പോരാടി കഴിഞ്ഞാൽ എന്തു ചെയ്യും? നമുക്ക് തിരിച്ച് നല്ല പണി കിട്ടും, 8ന്റെ പണി കിട്ടും. ഞാൻ ചോദിക്കട്ടെ, അബ്രാം സൊദോം രാജാവിന് വേണ്ടി പോയി 5 രാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്ത് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു. മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊടുത്തു. തിരിച്ച് വീട്ടിൽ കിടന്നു വന്ന് ഉറങ്ങിയ അബ്രാം ഒരു ആദിയോടുകൂടിയാണ് ഉറങ്ങിയത്. ദൈവമേ, എൻ്റെ കയ്യിൽ ആകെ എല്ലാം കൂടെ എത്ര പേരുണ്ട്? 100-300 പേരേ ഉള്ളൂ. ഞാനൊരു പോക്കിന് പോയി എന്തു ചെയ്തു? ആ 5 രാജാക്കന്മാരെയും കയറി അടിച്ചു. ലോത്തിനെ ഓർത്താ ചെയ്തത്. തിരിച്ചു വന്നപ്പോൾ സോദോം രാജാവ് എൻ്റെ അടുത്ത് ഇവരെ ചോദിച്ചു, അവന് ഞാൻ കൊടുത്തില്ല. ഇനിയിപ്പോൾ സോദോം രാജാവ് എനിക്ക് ഓപ്പോസിറ്റായി, മറ്റേ 5 രാജാക്കന്മാരും ഓപ്പോസിറ്റായി. ഞാൻ അന്യദേശത്ത് പരദേശിയായി വന്ന് പാർക്കുക. ഞാൻ എന്തു ചെയ്യും കർത്താവേ? അന്ന് രാത്രി ദൈവം അബ്രാമിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, അബ്രാമേ, യുദ്ധം നീ ജയിച്ചില്ലേ, പിന്നെ നാളെയുടെ യുദ്ധത്തെ ഓർത്ത് നീ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ
പ്രതിഫലവുമാകുന്നു. ഇന്ന് പകൽ ഞാൻ ഇതിനകത്ത് നിൽക്കുന്ന പ്രത്യേകിച്ച് യൗവനക്കാരുടെ അടുക്കൽ ഞാൻ പറയുകയാണ്, ആമേൻ, ബി ബോൾഡ് ഇൻ ദ സ്പിരിച്വൽ വാർഫെയർ. നീ ആത്മീക യുദ്ധത്തിൽ പ്രാർത്ഥിച്ചു കയറ്. ഒരു പിശാചും ഒരു പാതാളത്തിലെ പൊന്നുമോന് നിന്നെ കയറി ആക്രമിക്കത്തില്ലെന്നേ. കാരണം ഞാനും നീയും പ്രാർത്ഥനാ മുറിയിൽ അന്ധകാര ശക്തികളോട് പോരടിക്കുമ്പോൾ ദൈവം നമുക്ക് പരിചയമായി നിൽക്കാം. ആമേൻ. അബ്രാമിന്റെ അടുക്കൽ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് പരിചയമായി നിൽക്കുമെന്ന്. എന്നാൽ അബ്രാമിന്റെ കൊച്ചുമക്കൾ മിസ്രൈമിൽ പാർക്കുമ്പോൾ ദൈവം അടുത്ത തലം പറയുകയാണ്, ആമേൻ, നീ ഒരു ആടിനെ അറുത്ത് അതിന്റെ രക്തം നിന്റെ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പെരട്ടണോ, ബാക്കി ഞാൻ ചെയ്തോളാമെന്ന്. എൻ്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇങ്ങനെ സംഹാരകൻ ഇങ്ങനെ മിസ്രൈമിലേക്ക് കടന്നു വന്നോ, ഈജിപ്തിലേക്ക് കടന്നു വന്നിട്ട് സംഹാരകൻ ഇങ്ങനെ ഓരോ വീട്ടിലും കയറി മൂത്തവൻ എവിടെ കിടക്കുന്നതെന്ന് നോക്കുകയാണ്. മൂത്തമോൻ കഥകൊക്കെ പൂട്ടിക്കിടക്കുകയാണ്. സംഹാരകൻ ആ കഥക് ഇങ്ങനെ തള്ളി തുറന്ന് ഇങ്ങനെ അകത്ത് കയറി ഇങ്ങനെ ഓരോ വീട്ടിലും കയറുകയാണ്. അങ്ങനെ ഫറവോന്റെ കൊട്ടാരത്തിലും കയറി ഫറവോന്റെ മൂത്ത രാജകുമാരനെ വെട്ടി കൊന്നുകളഞ്ഞ് ശ്വാസം മുട്ടിച്ച് ഇങ്ങനെ കൊന്നുകളഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്. ഇറങ്ങി നേരെ സംഹാരകൻ ഒരു ഗോശൻ ദേശത്തേക്ക് ചെന്നു. ഗോശൻ ദേശത്തെ ഒരു വീട്ടിലേക്ക് ചെന്നിങ്ങനെ നോക്കിയിട്ട് സംഹാരകൻ പതുക്കെ ഇങ്ങനെ അങ്ങ് തിരിഞ്ഞു. സംഹാരകൻ തിരിഞ്ഞപ്പോൾ കൂടെ നിന്ന അസിസ്റ്റന്റ് ചോദിച്ചോ, അല്ല സാറേ, ഈ വീട്ടിലെന്താ സാറ് കയറാത്തതെന്ന് ചോദിച്ചോ. സംഹാരകൻ പറഞ്ഞു, ഓ, ഞാൻ ഇവിടെ കയറുന്നില്ല, നമുക്കങ്ങ് പോകാമെന്ന് പറഞ്ഞു. ഈ അസിസ്റ്റന്റ് ഇങ്ങനെ വണ്ടറടിക്കുക, ഇതെന്താടാ ഈ സാറ് ഈ വീടിനെ വിട്ടുകളഞ്ഞത്? ചിലപ്പം പരിചയക്കാരുടെ വല്ലതും വീടായിരിക്കാം. ആമേൻ. അടുത്ത വീട്ടിലേക്കും ചെന്നു. വലിയ ആവേശത്തോടു കൂടെ ചെന്ന് വാതിൽക്കലോട്ട് നിന്നിട്ട് ആള് പതുക്കെ ഇങ്ങ് വലിഞ്ഞു. അസിസ്റ്റന്റ് സംഹാരകന്റെ അടുക്കൽ ചോദിച്ചോ, അല്ല സാറേ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കുടിലൊക്കെ വരുമ്പോ സാറിന്റെ കൈ വിറയ്ക്കുന്ന എന്താ? നമ്മള് ഈജിപ്തിലെ രാജാവിന്റെ കൊട്ടാരത്തിൽ കയറി വെട്ടിയവരല്ലേ? അന്നേരം സാറിന് എന്തൊരു മൂച്ചായിരുന്നു. സാർ ഒരു പേടിയില്ലാതെ ഈജിപ്തിലെ പാലസിൽ കയറി സാറ് പോകുന്ന പോക്ക് കണ്ടപ്പോ എനിക്കിങ്ങനെ ഗൂസ് ബമ്പ്, രോമാഞ്ചം ഉണ്ടായതാ. ഞാൻ സാറിന്റെ കൂടെ വന്നയാ. സാറങ്ങനെ രാജകുമാരന്റെ മൂക്കുമായും കൂടെ പൊത്തിപ്പിടിച്ച് കൊല്ലുന്നതൊക്കെ കണ്ടപ്പോ ഞാനിങ്ങനെ ആവേശം കൊണ്ട് നിന്നതാ. എന്നിട്ട് ഇപ്പം താണ്ടാ ഈ അടിമയുടെ കുടിലി വന്നപ്പോ സാർ ഇങ്ങനെ പേടിക്കുന്നത് എന്താ? അതിനകത്ത് നിൽക്കുന്നവര് വലിയ പുള്ളികളാണോ എന്ന് സംഹാരകൻ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ, അതിനകത്ത് കിടക്കുന്ന ആരാന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നീ ആ കട്ടളക്കാലേലും കുറുമ്പടിമേലും നോക്ക്, ഒരു രക്തം അവിടെ നിൽക്കുന്നത് കണ്ടോ? എനിക്ക് ഈജിപ്തിലെ രാജാവിന്റെ കൊട്ടാരത്തിൽ കയറാം, പക്ഷെ ഈ രക്തത്തെ മറികടക്കാൻ പേടിയാ. അസിസ്റ്റന്റ് ചോദിച്ചു, അല്ല രാജാവേ, സംഹാരക അധിപതിയെ, ഇയാളെന്താ നിന്നിങ്ങനെ വിറയ്ക്കുന്നത്? സംഹാരകൻ അസിസ്റ്റന്റിന്റെ അടുക്ക പറഞ്ഞു, എന്റെ പൊന്ന അസിസ്റ്റന്റ്, ഞാനല്ല, നമ്മുടെ കൊട്ടാരത്തിലെ തലതൊട്ടപ്പൻ ലൂസിഫർ ഇവിടെ വന്ന് നിന്ന അവൻ പോലും മുള്ളും, പിന്നെ ഞാൻ വിറയ്ക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് സമയം കളയാതെ വേഗം സ്റ്റാൻഡ് വിട. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നീ സ്പിരിച്വൽ വാർഫെയറിനകത്ത് കയറുമ്പോൾ നിന്റെ പ്രാപ്തിയല്ല, നിന്റെ മേൽ വിളിക്കപ്പെട്ട യേശുവിന്റെ നാമം, നിന്റെ മേൽ തളിക്കപ്പെട്ട യേശുവിന്റെ രക്തം. ദൈവം ഒരുത്തനെ കണ്ടാൽ എന്ത് ചെയ്യും? ഒരു ദേശത്തെ വിടുവിക്കും. റാഹേലിനെ കണ്ട ദൈവം ഒരു ഉറവയെ തുറന്നു. ഹാഗാറിനെ കണ്ട ദൈവം ഒരു ബരേദിനെ ഇല്ലായ്മ ചെയ്തു. നീതിമാനായ ഒരുത്തനെ കണ്ടാൽ ദൈവം അവനെ കൊണ്ട് ഒരു ദേശത്തെ വിടുവിക്കും. ഞാനൊരു ബൈബിൾ സീക്വൻസ് നിങ്ങളെ കാണിക്കാം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. അവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ഈ തലമുറയിൽ എൻ്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം നോഹായെ നീതിമാനായി കണ്ടു. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, നോഹായെ ദൈവം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം നോഹയെ നീതിമാനായി കണ്ടു. ഇനി 8-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. 8-ാം അധ്യായം 1-ാം വാക്യം. ഓർത്തു മതി. 7-ാം അധ്യായത്തിൽ ദൈവം എന്ത് ചെയ്തു?
കണ്ടു. 8-ാം അധ്യായത്തിൽ ദൈവം എന്ത് ചെയ്തു? ഓർത്തു. ഇനി 9-ാം അധ്യായം കൂടെ ഒന്ന് വായിച്ചേ. 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. 7-ാം അധ്യായത്തിൽ ദൈവം ആരെ കണ്ടു? നോഹയെ കണ്ടു. 8-ാം അധ്യായത്തിൽ ദൈവം ആരെ ഓർത്തു? നോഹയുടെ കൂടെയുള്ളവരെ എല്ലാവരെയും ഓർത്തു. 9-ാം അധ്യായത്തിൽ വന്നപ്പോൾ നോഹയെയും അവൻ്റെ മക്കളെയും ദൈവം അനുഗ്രഹിച്ചു. ഞാൻ ഇങ്ങനെ പറയാം, ദൈവം നിന്നെ കണ്ട നിന്റെ തലമുറകളെ അനുഗ്രഹിക്കും. ദൈവം നിന്നെ കണ്ടാൽ നിന്റെ കൂടെയുള്ളവരെ മറന്നു കളയത്തില്ല. ഒന്നും കൂടെ ഞാൻ ചുരുക്കി പറയാം, ദൈവം നിന്നെ കണ്ടാൽ അവൻ നിന്നെ മറന്നു കളയത്തില്ല. ദൈവം നിന്നെ കണ്ടാൽ അവൻ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുക. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ജീവിതത്തിൽ എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നെ എത്രയോ പേര് കണ്ടിട്ടുണ്ട്. ഞാൻ ചിലരുടെ അടുക്കൽ കുട്ടിക്കാലത്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്, എന്നെ ഓർമ്മയുണ്ടോ എന്ന്. അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടത് മാറിപ്പോയില്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മേ, രണ്ടാമത് ഈ എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കകത്ത് എൻ്റെ അടുക്കൽ എന്നെ കണ്ടത്, ഞാനവരെ കണ്ടതാണ്, പക്ഷേ എന്തില്ലെന്നറിയാമോ? എനിക്കവരെ ഓർമ്മയില്ല. പക്ഷെ കർത്താവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കർത്താവ് നോഹയെ കണ്ടെങ്കിൽ അടുത്തത് എന്താണെന്നറിയാമോ? കണ്ടവൻ മറന്നു കളയത്തില്ല. ഇന്ന് പകൽക്കാലം നിന്നെ കണ്ട പലരും മറന്നുപോയി. എവിടെ വെച്ചാ കണ്ടതെന്ന് ഓർക്കുന്നില്ല, പേരോർക്കുന്നില്ല, അവസ്ഥ ഓർക്കുന്നില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ മീറ്റിംഗ് കഴിഞ്ഞ് 1 മണിക്കൂർ വന്നിരുന്ന് കാര്യം പറ, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ വേണം, ദൈവം പറയുന്ന ആലോചനകളെ കൈമാറാം, എല്ലാം സംഭവിക്കാം. പക്ഷേ 2 മാസം കഴിഞ്ഞ് എവിടെങ്കിലും വെച്ച് നിങ്ങൾ എന്നെ കണ്ടിട്ട്, പാസ്റ്ററേ ഞാനെന്ന് പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്തോ മറുപടി പറയോ? അയ്യോ മറന്നുപോയെന്ന് പറയാ. പക്ഷേ നോഹയെ കണ്ട ദൈവം എന്നെ പോലെയല്ല കേട്ടോ. അവൻ നിന്നെ കണ്ടാൽ അവൻ ഓർത്തിരിക്കുക. ഓർക്കുമെന്ന് മാത്രമല്ല, അതിൻ്റെ അടുത്ത ഭാഗം പറയുകയാണ്, ദൈവം നോഹയെ കണ്ടു 7-ാം അധ്യായത്തിൽ. 8-ാം അധ്യായത്തിൽ ദൈവം ഓർത്തു. 9-ാം അധ്യായത്തിൽ നോഹയെ മാത്രമല്ല, അവൻ്റെ തലമുറകളെയും ദൈവം അനുഗ്രഹിച്ചു. അവൻ നിന്നെ കണ്ടാൽ അവൻ നിന്നെ മറന്നു കളയത്തില്ല. അവൻ നിന്നെ കണ്ടാൽ അവൻ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിനൊരു സ്തോത്രം ചെയ്താട്ടെ. അപ്പം ദൈവം എന്താ കാണാൻ ആഗ്രഹിക്കുന്നതെന്നറിയാമോ? ഒരു നീതിമാനെ കാണാൻ ആഗ്രഹിക്കുക. അതാ നോഹയുടെ അടുക്കൽ പറയുന്നത്. ഞാൻ നോഹയുടെ ഹൈറ്റ് കണ്ടെന്നല്ല, ഞാൻ നോഹയുടെ പ്രാപ്തി കണ്ടെന്നല്ല, ഞാൻ നോഹയുടെ പെർഫോമൻസ് കണ്ടെന്നല്ല, ഞാൻ നോഹയുടെ സാമർഥ്യം കണ്ടെന്നല്ല. പകരം ഞാൻ നോഹയുടെ എന്ത് കണ്ടോ? നോഹയുടെ നീതിയെ ഞാൻ കണ്ടോ. ഞാൻ അതിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് കയറാം. പക്ഷേ അതിനു മുൻപേ ഒരു കാര്യം ഒന്നും കൂടെ മുമ്പോട്ട് വരട്ടെ. ആമേൻ. ഒന്ന്, ദൈവം എൻ്റെ നീതിയെ കാണോ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, യാക്കോബ് റാഹേലിനെ കണ്ടോ. യാക്കോബ് റാഹേലിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തോ? ഒരു ഉറവ തുറന്നു കൊടുത്തു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലാണ് യാക്കോബ് റാഹേലിനെ കണ്ടുവെന്ന് പറഞ്ഞത്. എന്നാൽ 29-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യാക്കോബ് ഒരാളെ കണ്ട കാര്യമല്ല എഴുതിയിരിക്കുന്നത്. ലാബാന്റെ വീട്ടിൽ റാഹേലിനെ യാക്കോബ് കണ്ടോ. പക്ഷേ അതിൻ്റെ 31-ാം വാക്യത്തിൽ പറയുകയാണ്, ലേയ അനിഷ്ടയെന്ന് ദൈവം കണ്ടോ. ലേയ അനിഷ്ടയെന്ന് ദൈവം കണ്ടോ. റാഹേലിനെ യാക്കോബ് കണ്ടപ്പോൾ ലേയായെ ആര് കണ്ടോ? ദൈവം കണ്ടോ. ലേയായെ ദൈവം കാണാനുള്ള കാര്യം എന്താണെന്നറിയാമോ? റാഹേൽ അതുവഴി പോകുമ്പോഴൊക്കെ യാക്കോബ് കണ്ണുയർത്തി നോക്കോ. എന്താണ് കാരണം? റാഹേലിൻ്റെ സൗന്ദര്യമാണ് കാരണം, റാഹേലിൻ്റെ പ്രാപ്തിയാണ് കാരണം. പക്ഷേ ലേയയുടെ ശബ്ദം കേട്ടാലേ യാക്കോബ് എന്ത് ചെയ്യുമെന്നറിയാമോ? തല കുനിച്ച് തിരിഞ്ഞു നിൽക്കും, കണ്ടില്ലെന്ന് നടിച്ച് നിൽക്കാം. പക്ഷേ ലേയ നടന്നു പോകുമ്പോഴൊക്കെ യാക്കോബ് മുഖം തിരിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് സ്വർഗം പറഞ്ഞു, ആമേൻ, യാക്കോബിന് ലേയെ കാണാൻ കഴിയത്തില്ലെങ്കിൽ ഞാൻ അവളെ അങ്ങ് കാണാൻ പോവുകയാണെന്ന്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ലേയ അനിഷ്ട എന്ന് ദൈവം കണ്ടോ. എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് കണ്ടോ? റിജക്ഷൻസ്, അവൾ നേരിട്ട അവഗണനകളെ ദൈവം കണ്ടോ. ഇന്ന്
പകൽക്കാല നോഹയുടെ നീതിയെ കണ്ട ദൈവം ലേയയുടെ അവഗണനകളെ കാണുന്ന ദൈവമാണ്. ലേയയുടെ റിജക്ഷനുകളെ, ലേയയുടെ അവഗണനകളെ അവൻ കാണാൻ തുടങ്ങി. എന്നിട്ട് അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? യാക്കോബ് റാഹേലിനെ കണ്ടപ്പോൾ ഒരു കിണറിന്റെ ഉറവയുടെ ഒരു കിണർ തുറന്നു കൊടുത്തോ, ഒരു ഉറവ തുറന്നു കൊടുത്തോ. പക്ഷെ ദൈവം ലേ കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ ഗർഭത്തെ, അവളുടെ ഉദരത്തെ തുറന്നു കൊടുത്തോ. എന്നിട്ട് ഞാൻ ചെന്ന് റാഹേലിന്റെ അടുക്കൽ ചോദിച്ചു, റാഹേൽ, നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചോ. റാഹേൽ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയം എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഭർത്താവ് എൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. ലേയുടെ അടുക്കൽ ഞാൻ ചെന്ന് ചോദിച്ചു, ലേയ, നിന്റെ കയ്യിൽ ആരുണ്ടെന്ന് ചോദിച്ചു. ലേയ പറഞ്ഞു, നാളെ ഈ രാഷ്ട്രത്തെ ഭരിക്കാനുള്ള യഹൂദാസ് ഗോത്ര ആ രാജാവിൻ്റെ അകത്ത് കിടപ്പുണ്ടെന്ന്. ഇന്ന് പകൽ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ദൈവ പൈതലേ? ദൈവം നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഹൃദയമല്ല നിന്റെ കയ്യിൽ തരുന്നത്, ഒരു രാജാവിനെ, ഒരു ചെങ്കോലിനെ. ലേ ദൈവം കണ്ടു. ലേയുടെ ഗർഭത്തെ തുറന്നുവെന്ന് പറഞ്ഞാൽ പോരാ, അവളുടെ അകത്ത് നിന്നൊരു രാജാവിനെ, ഒരു യഹൂദയെ, ഒരു അധികാരമുള്ളവനെ, ഒരു ജയം കൊണ്ടവനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചോ. ഇന്ന് പകൽക്കാലം ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അമ്മേ, റാഹേലിനെ കണ്ട് യാക്കോബ് തുറന്നു, ലാബാന്റെ ആട് വെള്ളം കുടിച്ചോ. പക്ഷെ ലേ കണ്ട് ദൈവം തുറന്നു. ഒരു രാഷ്ട്രത്തിനൊരു രാജാവ് ജനിച്ചോ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, മനുഷ്യൻ നിന്നെ കണ്ടാൽ ആടിന് വെള്ളം കിട്ടോ, നിന്റെ ഭൗമിക കാര്യങ്ങൾ നടക്കോ. പക്ഷെ ദൈവം നിന്നെ കണ്ടാൽ തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഒരു രാജകീയ അഭിഷേകത്തിന്റെ, അധികാരത്തിന്റെ ഹലമറസിയ അപ്രമാശനാധിമനാജന. ലേയ അനിഷ്ട എന്ന് ദൈവം കണ്ടോ. ലേയ അനിഷ്ട എന്ന് ദൈവം കണ്ടോ. നോഹയുടെ നീതിയെ ദൈവം കണ്ടോ, ലേയയുടെ റിജക്ഷനെ ദൈവം കണ്ടോ. എൻ്റെ സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം, എനിക്ക് ആ വാക്യം വായിക്കുമ്പോൾ, ആ ഭാഗം വായിക്കുമ്പോൾ ഭയങ്കര കൗതുകം തോന്നുന്ന ഒരു ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ, അവന് കാഴ്ചയില്ല, അവൻ അന്ധനാണ്. അന്ധനായിരുന്നപ്പോൾ ആ നാട്ടുകാരെല്ലാം അവൻ എന്ത് ചെയ്യുമായിരുന്നു എന്നറിയാമോ? അവന് ഭിക്ഷ കൊടുക്കുമായിരുന്നു, അവൻ എന്തേലും കൈസഹായം നൽകുമായിരുന്നു. അവന് റോഡ് മുറിച്ച് കടക്കാൻ പറ്റാതെ വന്നാൽ എന്ത് ചെയ്യുമായിരുന്നു? അവർ കൈപിടിച്ചപ്പുറം നടത്തുമായിരുന്നു. അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. പഴയ ഉടുപ്പൊക്കെ അവന് കൊണ്ട് കൊടുക്കുമായിരുന്നു, പഴയ പാൻ്റൊക്കെ അവന് കൊണ്ട് കൊടുക്കുമായിരുന്നു. അവന് കാഴ്ചയില്ലാതിരുന്നപ്പോൾ. പക്ഷെ ഒരു ദിവസം അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവൻ്റെ കണ്ണിലെ ഇരുട്ട് മാറിപ്പോയി, അവൻ്റെ അന്ധത മാറിപ്പോയി, അവന് കാഴ്ച ലഭിച്ചോ. അവന് കാഴ്ച ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ നാട്ടുകാരെല്ലാം കൂടെ അവനെ എന്തോ ചെയ്തെന്നറിയാമോ? നിനക്ക് കാഴ്ച ലഭിച്ചല്ലോ, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ആദരിക്കാൻ പോവുകയാണെന്നാണോ പറഞ്ഞത്? അല്ല. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 9-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടോ. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, കണ്ണിന് കാഴ്ചയില്ലാതിരുന്നപ്പോൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം എന്തായിരുന്നു? അവനെ വലിയ കാര്യമായിരുന്നു. പക്ഷെ കണ്ണിന് കാഴ്ച കിട്ടി കഴിഞ്ഞപ്പോൾ അവനെ കുടുംബവും ചാർച്ചക്കാരും മൊത്തം പുറത്താക്കി. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം നിന്നോട് പറയാ, ആമേൻ. ആത്മീയ കണ്ണ് നിന്റേത് തുറന്നില്ലെങ്കിൽ, നിനക്ക് രക്ഷയെക്കുറിച്ചുള്ള കണ്ണ് തുറന്നില്ലെങ്കിൽ, പാപബോധത്തിന്റെ കണ്ണ് തുറന്നില്ലെങ്കിൽ, ആമേ, നിത്യതയുടെ ദർശനം നിനക്ക് തുറന്നില്ലെങ്കിൽ, എല്ലാവർക്കും നിന്നെ ഭയങ്കര കാര്യമായിരിക്കും കേട്ടോ. പക്ഷെ എന്ന് നീ നിത്യതയുടെ ദർശനം പ്രാപിക്കുന്നോ, എന്ന് നീ മാനസാന്തരത്തിന്റെ വെളിപ്പാട് പ്രാപിക്കുന്നോ, എന്ന് നീ സ്നാനത്തിന്റെ ഉപദേശത്തെ അറിയുന്നോ, എന്ന് നീ വെളിപ്പാടുകളെ പ്രാപിച്ചു തുടങ്ങുന്നോ, അന്ന് മനുഷ്യൻ അങ്ങ് തിരിയാൻ തുടങ്ങോ. അവിടെ അവനെ പുറത്താക്കി. അവന് കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനെ പുറത്താക്കി. ഇന്ന് പകൽക്കാല നീ അനുഭവിക്കുന്ന വെളിപ്പാട് മുഖാന്തര, നീ പ്രാപിച്ച വെളിപ്പാട് മുഖാന്തര, നീ പ്രാപിച്ച ദർശനം മുഖാന്തര, നിനക്ക് ലഭിച്ച ശുശ്രൂഷ മുഖാന്തര, എവിടെയെങ്കിലുമൊക്കെ
ഒരു റിജക്ഷൻ നിനക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാല ഞാൻ നിന്നോട് പറയുകയാണ്, അതൊരു അനുഗ്രഹമാണ്. അവനെ പുറത്താക്കി എന്ന് ദൈവം കേട്ടപ്പോൾ അടുത്ത ഭാഗം എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അടുത്ത വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവനെ കണ്ടപ്പോൾ. അപ്പൊ നിന്നെ ഒരുത്തൻ പുറത്താക്കിയാൽ, നിന്നെ ഒരുത്തൻ റിജക്റ്റ് ചെയ്താൽ, നിന്നെ ഒരുത്തൻ അവോയ്ഡ് ചെയ്താൽ, അത് കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. എന്നാൽ അവൻ കേട്ടുവെന്ന് മാത്രമല്ല, അവൻ പുറത്താക്കപ്പെട്ടവനെ കാണാൻ ദൈവം ഇറങ്ങി വന്നു. എന്നിട്ട് ദൈവം അവനെ മുഖാമുഖം കാണുകയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നോ? എന്റെ അവഗണനകളെ കേൾക്കുന്ന ഒരു ദൈവ, അവൻ എന്നെ കാണുന്ന ദൈവമാണ്. എന്റെ നിന്ദകളെ കേൾക്കുന്ന ദൈവ, അവൻ എന്നെ കാണുന്ന ദൈവമാണ്. ദൈവം യേശു അവനെ കണ്ടു. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, എൻ്റെ അവഗണനകളുടെ നടുവിൽ എന്നെ കാണുന്ന ഒരു ദൈവം എനിക്കുണ്ട്. കണ്ട ഒരു ദൈവം എനിക്കുണ്ട്. ആമേൻ. ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ, ദൈവം എന്നെ കാണുന്ന ദൈവമാണ്. എൻ്റെ സഹോദരങ്ങളെ, യെഹെസ്കേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിന്നോട് മനസ്സലിവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനും നിന്നോട് കനിവുണ്ടായില്ല. നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയത് കൊണ്ട് നിന്നെ വെളിമ്പ്രദേശത്തിട്ട് കളഞ്ഞോ. അടുത്ത വാക്ക്, എന്നാൽ ഞാൻ നിന്റെ സമീപത്തു കൂടി കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടന്ന് ഉരുളുന്നത് ഞാൻ കണ്ടോ. നിന്നോട് നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്ക എന്ന് കൽപ്പിച്ചോ. അതെ, നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിലോ ജീവിക്ക എന്ന് കൽപ്പിച്ചോ. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ കർത്താവ് ഒരുത്തിയെ കാണുകയാണ്. എപ്പോഴാ കാണുന്നതെന്നറിയാമോ? അവൾ വെറുക്കപ്പെട്ട ഇടത്ത് അവളെ കാണുകയാണ്. വെറുക്കപ്പെട്ട ഇടത്ത്. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, നീ നിന്റെ രക്തത്തിൽ കിടന്ന് ഉരുളുന്നത് കണ്ടോ. ആമേൻ. ഇവിടെ മലയാളത്തിൽ വേണ്ടത്ര കറക്റ്റായിട്ടല്ല അത് എഴുതിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പൊല്യൂട്ടഡ് ഇൻ ദൈൻ ഓൺ ബ്ലഡ്. നിന്റെ സ്വന്തം രക്തത്തിൽ കിടന്ന് നീ ഉരുളുന്നത് ഞാൻ കണ്ടെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ചോരക്കുഞ്ഞിനെ മുഴുവൻ പൊതിഞ്ഞിരിക്കുന്ന രക്തം ആരുടെ രക്തം? അമ്മയുടെ രക്തം. ഇവിടെ പറയുകയാണ്, നിന്റെ സ്വന്തം രക്തത്തിൽ നീ കിടന്ന് ഉരുളുന്നത് കണ്ടു. ഇന്ന് പകൽ എൻ്റെ ദൈവ പൈതലേ, നീ കിടന്ന് ഉരുണ്ട രക്തമൊന്നും അന്യൻ്റെ രക്തമല്ല കേട്ടോ. നിന്റെ കൂടപ്പുറപ്പുകളും നിന്റെ ചാർച്ചക്കാരും നിന്റെ ഉറ്റവരും ഉടയവരും തന്നെ നിന്നെ ഉരുട്ടിയതിൽ നല്ലൊരു ശതമാനം. കർത്താവ് പറയാ, നിന്റെ സ്വന്തം കുടുംബം, നിന്റെ ഓൺ ബ്ലഡ് നിനക്കെതിരായി തീർന്നപ്പോൾ, നിന്റെ കൂടപ്പിറപ്പ് നിനക്കെതിരായി തീർന്നപ്പോൾ, നീ ആ രക്തത്തിൽ കിടന്ന് ഉരുളുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും നിന്നോട് വെറുപ്പ് തോന്നിയത് കൊണ്ട് നിന്നെ വെളിമ്പ്രദേശത്ത് എറിഞ്ഞു കളഞ്ഞു. പക്ഷെ ഞാൻ നിന്റെ സമീപത്തുകൂടെ പോയി, ഞാൻ നിന്നെ കണ്ടു. എന്നിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു, സ്വന്തം രക്തത്തിൽ കിടന്ന് നീ ഉരുളുകയാ, കുടുംബത്തിൻ്റെ ഇടയിൽ കിടന്ന് നീ നരകിക്കുകയാ. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു, നീ എന്ത് ചെയ്യണം? ജീവിക്കണം. നീ ജീവിക്കണം. അവിടെ തുടങ്ങി കർത്താവ് കരുണ കാണിക്കാൻ തുടങ്ങി, അവളെ വലുതാക്കാൻ തുടങ്ങി. ഇന്ന് പകൽ നീ അറിയണം, സകലരും വെറുപ്പ് തോന്നി വെളിമ്പ്രദേശത്തിട്ട് കളയുന്ന ഇടത്ത്, സ്വന്തം രക്തത്തിൽ കിടന്ന് ഉരുളുന്ന ഇടത്ത് നിന്നെ വന്ന് കണ്ട് നിനക്ക് ചെയ്തിട്ടത് ചെയ്തു തരുവാൻ ഒരുത്തനുണ്ട്. പക്ഷേ എന്നും അങ്ങനെ അല്ല കേട്ടോ. അതിൻ്റെ 5-6 വാക്യങ്ങളിൽ പറയുകയാണ്, നീ ജനിച്ച നാളിൽ നിന്നോട് എല്ലാവർക്കും എന്തു തോന്നി? വെറുപ്പ് തോന്നി. സ്വന്തം രക്തത്തിൽ കിടന്ന് ഉരുളുമ്പോൾ നിന്നെ ഒന്ന് കഴുകി നിന്നെ ഒന്ന് വിടുവിക്കാൻ ആരും ഉണ്ടായില്ല. അന്ന് ഞാൻ നിന്നെ വന്ന് കണ്ടു. ഇന്ന് രാത്രി ഒരു കാര്യം പകൽ വിശ്വസിച്ചാട്ടെ, അവഗണനകളുടെ നടുവിൽ എന്നെ കാണുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്നാൽ അവഗണനകളുടെ നടുവിൽ മാത്രമല്ല, അവിടുന്ന് നാളുകൾ കഴിഞ്ഞുപോയി. ഇനിയും വീണ്ടും 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ നിന്റെ അരികത്ത് കൂടി കടന്നു, നിന്നെ പിന്നെയും നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിന്റെ സമയമായി എന്ന് കണ്ടിട്ട്, ദൈവം ഇപ്പോൾ അടുത്തത് കണ്ടു, നിനക്ക് പ്രേമത്തിന്റെ സമയമായി. മലയാളത്തിൽ പ്രേമത്തിന്റെ സമയമെന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല. ആൻഡ് ദെൻ ഇറ്റ് വാസ് ദ ടൈം ഓഫ് ലവ്. എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയാം. മനുഷ്യൻ വെറുക്കുന്ന ഒരു കാലം നമുക്കുണ്ട്.
അപ്പോൾ തന്നെ വേറൊരു കാലമുണ്ട്. മനുഷ്യൻ എന്തു ചെയ്യും? നമ്മളോട് സ്നേഹം തോന്നുന്ന ഒരു കാലം. മനുഷ്യന് നമ്മളോട് സ്നേഹം തോന്നുന്ന ഒരു കാലം. ഇവനെ ഒരു കാശിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരു കാലം. പക്ഷേ അതിനപ്പുറം ആഹാ ഇവൻ കൊള്ളാവല്ലോ എന്ന് പറയുന്ന ഒരു കാലം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, വെറുക്കപ്പെട്ട ഒരു കാലമുണ്ടെങ്കിൽ സ്നേഹിക്കപ്പെടുന്ന ഒരു കാലവുമുണ്ട്. പക്ഷേ ഇവൾ സ്നേഹിക്കപ്പെടുന്ന സമയമായി എന്നറിഞ്ഞ ഉടനെ കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? നിന്റെ നിന്നയെല്ലാം മാറിയല്ലോ, ഇനി നീ സ്നേഹിക്കപ്പെടുന്ന സമയമായല്ലോ. ആൾക്കാരൊക്കെ നിന്നെ സ്നേഹിക്കട്ടെന്നാണോ പറഞ്ഞത്? അല്ല. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ആമേൻ. നിനക്ക് സ്നേഹിക്കപ്പെടുവാൻ സമയമായി എന്ന് കണ്ടിട്ട് എന്തുവാ വിരിച്ചേ? എൻ്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ചു. എൻ്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ചു. ആദമും ഹവ്വയും നഗ്നരായിരുന്നു. ദൈവം എന്തോ ചെയ്തു? തോല് കൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി കൊടുത്തു. പക്ഷേ യെഹെസ്കേൽ പ്രവചനത്തിൽ പറയുകയാണ്, നിന്നെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു സമയമായി, നിന്നെ കണ്ടാൽ സ്നേഹിക്കുന്ന ഒരു സമയമായി, നിന്നെ കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന ഒരു സമയമായി, നിന്നെ കണ്ടാൽ അസൂയ തോന്നുന്ന ഒരു സമയമായി. ആ സമയത്ത് ഞാൻ നിനക്കൊരു ഉടുപ്പുണ്ടാക്കി തന്നെന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല, എൻ്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ചു. ഞാൻ അടുത്ത ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് ദൈവത്തിൻ്റെ വസ്ത്രം? എന്താണ് ദൈവത്തിൻ്റെ വസ്ത്രം? എൻ്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ചു. എന്താണ് ദൈവത്തിൻ്റെ വസ്ത്രം? ദൈവത്തിൻ്റെ വസ്ത്രം ഞാൻ ഇന്ന് പറയും, അവൻ്റെ വസ്ത്രം തേജസ്സാണ്. അവൻ മേഘം വാരി ഉടുക്കുന്നവനാണ്. അവൻ അഗ്നിയെ ഉടുപ്പാക്കുന്നവനാണ്. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ കണ്ടു കഴിയുമ്പോൾ അവനെ നിന്നെ തേജസ് ധരിപ്പിക്കുക, തൻ്റെ വസ്ത്രം ധരിപ്പിക്കുക. എൻ്റെ അളവ് നോക്കി എനിക്കൊരു ഉടുപ്പ് തയ്പ്പിച്ചു തന്നല്ല, തൻ്റെ വസ്ത്രത്തെ ദൈവം എൻ്റെ മേലിട്ടോ. ഇന്ന് പകൽക്കാലം ആമേൻ. റാഹേലിനെ കണ്ട് യാക്കോബ് ഒരു ഉറവ തുറന്നു കൊടുത്തോ, ലേയെ കണ്ട് ഗർഭത്തെ തുറന്നു കൊടുത്തോ, നോഹയെ കണ്ടൊരു പട്ടണത്തെ രക്ഷിച്ചോ. പക്ഷേ ഇന്ന് പകൽ നിന്നെയും എന്നെയും കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് ദൈവം ചെയ്തു തരുന്നതിനപ്പുറം അവന്റെ വസ്ത്രം, അവന്റെ തേജസ് എൻ്റെ മേൽ നിന്റെ മേൽ വിരിക്കുമെന്ന് പറഞ്ഞാൽ കവേർഡ് വിത്ത് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു അവൻ എന്നെ കവർ ചെയ്യുന്ന ദൈവമാണ്? എങ്ങനെ? തന്റെ തേജസ് കൊണ്ട് അവൻ എന്നെ കവർ ചെയ്യുക. നിന്നെ കാണരുതാത്ത ഒരു കണ്ണ് നിന്നെ കാണാതെ, നിനക്കെതിരായ അസൂയയുടെ കണ്ണുകൾ കാണാതെ അവൻ നിന്നെ തേജസ് കൊണ്ട് മറയ്ക്കുക. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവം നിന്നെ കണ്ടാൽ പിന്നെ ഒരു പിശാചിന്റെ കണ്ണുകളും നിന്റെ മേൽ വീഴത്തില്ല. ദൈവം നിന്റെ തലമുറയെ കണ്ടാൽ പിന്നെ ഒരു വേണ്ടാത്ത കണ്ണോ നിന്റെ തലമുറയെ കാണുകയില്ല. ദൈവം നിന്നെ കണ്ടാൽ ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം എന്നെ കാണോ? അവൻ എന്നെ കണ്ടാൽ പിന്നെ ഒരു തിന്മയുടെ കണ്ണും എന്നെ കാണുകയില്ല. അവൻ എന്നെ കണ്ടാൽ ഒരു ദോഷത്തിന്റെ കണ്ണും എന്നെ കാണുകയില്ല. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എന്നെ കണ്ടാൽ അവന്റെ തേജസ് എൻ്റെ മേൽ പകരാ? ആമേൻ. യെഹെസ്കേൽ 16-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ നിന്റെ സമീപത്ത് കൂടി കടന്നുപോയി. ആമേൻ. ഇപ്പം നിന്നെ കണ്ട പലർക്കും ആവശ്യമുണ്ട്. നിന്നെ അവനെല്ലാം കൊണ്ടുപോയി ഉപയോഗിച്ച് തള്ളത്തേയുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? എൻ്റെ തേജസ്സിനെ നിന്റെ മേൽ ഞാൻ വാരി ഉടിപ്പിച്ചോ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു തൻ്റെ തേജസ് കൊണ്ട് ദൈവം എന്നെ കവർ ചെയ്യുക? തൻ്റെ തേജസ് കൊണ്ട്. ഇന്ന് ഈ ആരാധനയുടെ അവസാന നിമിഷങ്ങളിൽ നാം ചില മിനിറ്റുകൾ പ്രാർത്ഥനയിലേക്ക് കയറും. ആ സമയം ഓർത്തുകൊള്ളണം, എൻ്റെ ദൈവം തൻ്റെ തേജസ് കൊണ്ട് എന്നെ കവർ ചെയ്യും. ഞാൻ 1-2 ഭാഗങ്ങൾ കൂടെ പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. 1, നോഹയുടെ നീതിയെ ദൈവം കണ്ടോ. 2, ലേയുടെ ആമേൻ റിജക്ഷനുകളെ ദൈവം കണ്ടോ. 3, ആമേൻ മർക്കോസിന്റെ സുവിശേഷം 2:5 ഞാൻ പറഞ്ഞു പോകാം. ആമേൻ. അവർ 4 പേർ ചേർന്ന് ഒരു പക്ഷവാത രോഗിയെ താഴെ കിടക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവരുടെ വിശ്വാസത്തെ അവൻ കണ്ടിട്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, നിന്റെ വിശ്വാസത്തെ കാണുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആമേൻ. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി എന്ന് ഞാൻ കണ്ടു എന്ന്. ദൈവം നിന്റെ
മാനസാന്തരത്തെ, നിന്റെ അനുതാപത്തെ കാണുന്ന ദൈവമാണ്. യോനായുടെ പുസ്തകത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ജനം തങ്ങളെ താഴ്ത്തിയെന്ന് അവരുടെ പ്രവർത്തികളാൽ അവൻ കണ്ടുവെന്ന്, ദൈവം കണ്ടുവെന്ന്. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? എന്നെ കാണുന്ന ഒരു ദൈവം എനിക്കുണ്ട്, എന്നെ കാണുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വിശദീകരിക്കാതെ ഒറ്റ ഭാഗം പറഞ്ഞ് പ്രാർത്ഥനയിലേക്ക് കയറുകയാണ്. ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായം 16-ാം വാക്യം. അവരോടുകൂടെ ബെന്യാമീനെ കണ്ടപ്പോൾ, ഒന്നും കൂടെ പറഞ്ഞേ, അവരോടുകൂടെ ബെന്യാമീനെ കണ്ടപ്പോൾ. ആരോടുകൂടെയാണ്? 10 സഹോദരന്മാരോടുകൂടെ ബെന്യാമീനെ യോസേഫ് കണ്ടപ്പോൾ അവൻ തൻ്റെ ഗ്രഹവിചാരകനോട്, നീ പുരുഷന്മാരെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോക. ഇപ്പം ഈ പുരുഷന്മാരെ യോസേഫ് എവിടേക്ക് കൊണ്ടുപോവുകയാ? തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാ. ഇവരുടെ ആരുടെയെങ്കിലും കയ്യിലിരിപ്പ് കണ്ട വീട്ടിൽ കയറ്റാൻ കൊള്ളാവും? രൂബേനെ, ശിമയോനെ, നഫ്താലിയെ, ദാനെ, ഗാദെ, ആശേറെ, നിന്നെ ആരെയെങ്കിലും, ലേവിയെ, നിന്നെ ആരെയെങ്കിലും വീട്ടിൽ കയറ്റാൻ കൊള്ളാവും? നിന്നെ ഒരുത്തനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പക്ഷെ അവരോടുകൂടെ ബെന്യാമീനെ കണ്ടപ്പോൾ ഗ്രഹവിചാരകൻ്റെ അടുക്കൽ പറഞ്ഞു. എന്താണെന്നറിയാമോ? ഗ്രഹവിചാരകൻ്റെ പറഞ്ഞോ, ആമേൻ, നീ അവരെ വീട്ടിൽ കൊണ്ടുപോക. എന്നിട്ട് അടുത്തത് എന്താ എഴുതിയിരിക്കുന്നേ? അവർ ഉച്ചയ്ക്ക് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കേണ്ടതിന് ഒരു മൃഗത്തെ അറുത്ത്. യോസേഫ് ഇത് പറയുന്നതിനകത്ത് ഭയങ്കര ഒരു മർമ്മം കിടപ്പുണ്ട് കേട്ടോ. യോസേഫ് പറയുക, പണ്ടിവന്മാരൊരു മൃഗത്തെ അറുത്തതാ, പണ്ടിവന്മാരൊരു മൃഗത്തെ അറുത്തതാ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്തിനു വേണ്ടിയാ? ഞാൻ ചത്തു എന്ന് പ്രചരിപ്പിക്കാൻ, ഞാൻ തീർന്നെന്ന് എൻ്റെ അപ്പനെ വിശ്വസിപ്പിക്കാൻ തക്കവണ്ണം പണ്ടിവന്മാർ മൃഗത്തെ അറുത്തതാ. ഇത് മനസ്സിൽ വെച്ചിട്ടും യോസേഫ് ഇപ്പൊ പറയാ, ഒരു മൃഗത്തെ അറുക്കണം. ഇവന്മാർ തീർന്നെന്ന് പ്രചരിപ്പിക്കാനാ? അല്ല, ഇവന്മാർ വയറ് നിറച്ച് വല്ലതും കഴിക്കാനാ. യോസേഫ്, നിനക്കെതിരായി ഇത്രയും ദോഷം ചെയ്തിട്ടും നിന്റെ ഉടുപ്പ് നനച്ച് അപ്പൻ്റെ കയ്യിൽ കൊടുക്കാൻ, ചോരയിൽ മുക്കാൻ വേണ്ടി മൃഗത്തെ അറുത്തവന് വയറ് നിറച്ച് ഭക്ഷിക്കാൻ വേണ്ടി നീ വീണ്ടും ഒരു മൃഗത്തെ അറുക്കുന്നോ? യോസേഫ് പറയും, ഞാൻ മൃഗത്തെ അറുക്കുന്നതേ ഇവരെ ആരെയും കണ്ടിട്ടല്ല, പകരം ദേ അവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ നിൽക്കുന്നതുണ്ടോ? ബെന്യാമീൻ, എൻ്റെ അമ്മയുടെ, ഞാൻ കിടന്ന ഗർഭപാത്രത്തിൽ കിടന്നവനാ അവൻ. അവൻ ജനിച്ചപ്പോൾ എൻ്റെ അമ്മ ബെനോനി നുറക്കം നിലവിളിച്ച് കരഞ്ഞതാ. അവൻ എൻ്റെ കൂടപ്പുറപ്പാ. അവൻ ഒരുത്തനുണ്ടെങ്കിൽ അവൻ്റെ കൂടെ എത്ര പേരുണ്ടെങ്കിലും എനിക്ക് വിഷയമല്ല. അവൻ്റെ കൂടെയുള്ളവർ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. അവരെൻ്റെ ഉടുപ്പ് പറിച്ചവരാ, അവരാടിനെ കൊന്ന് എൻ്റെ ഉടുപ്പെടുത്താൻ രക്തത്തിൽ മുക്കിയവരാ, എൻ്റെ അപ്പനെ കബളിപ്പിച്ചവരാ, എന്നെ വിട്ട് പുട്ടടിച്ചവരാ, എല്ലാം ശരിയാ. പക്ഷേ അവരുടെ കൂടെ നിൽക്കുന്ന ബെന്യാമീനെ കണ്ടോ? അവനെ കണ്ടാൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം. ദൈവത്തിൻ്റെ കോടതിയുടെ മുൻപാകെ ഞാനും നിങ്ങളുമൊക്കെ കയറി ചെല്ലുമ്പോൾ എന്നെ നിങ്ങളെയൊക്കെ കണ്ടാ നിങ്ങളെ അത്രയില്ലായിരിക്കും. എന്നെ ഒന്നും കണ്ട തമ്പുരാനായ 7 അയലൊക്കെ തടിപ്പിക്കത്തില്ല. പക്ഷെ ഒരു ധൈര്യത്തിലാണ് ഞാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, ഒരുത്തൻ്റെ കൂടെ അങ്ങോട്ട് കയറി ചെല്ലുന്നേ. ആരുടെ കൂടെ? എൻ്റെ രക്ഷാനായകൻ യേശുവിൻ്റെ കൂടെ. അവനെ കാണുമ്പോൾ, ആദ്യജാതനെ കാണുമ്പോൾ അപ്പനെല്ലാം മറക്കും. ഇന്ന് പകൽ അതാ എൻ്റെ ധൈര്യം. ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ വീണ്ടെടുപ്പുകാരനായ യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ ജയമെടുക്കുമെന്നുള്ളത്. പക്ഷേ അത് ഞാനൊരു ക്രിസ്റ്റോളജിക്കൽ റെവലേഷൻ പറഞ്ഞുവെന്ന് മാത്രം. പക്ഷെ ഞാനത് പേഴ്സണലി എന്നിലേക്കും നിങ്ങളിലേക്കും കൊണ്ടുവരികയാണ്. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ചോദിക്കുന്നു, ഈ കാലഘട്ടത്തിനൊരു ബെന്യാമീനെ വേണം. എവിടെ നിന്നൊപ്പിക്കും ഈ ബെന്യാമീനെ? നിന്റെ കുടുംബത്തിലൊരു ബെന്യാമീനെ വേണം. നിന്റെ തലമുറയിൽ ആരുടെ ചരിത്രം എടുത്ത് നോക്കിയാലും
കറപ്റ്റഡ് ആയിരിക്കും, അനുഗ്രഹിക്കപ്പെടാൻ ഒരു സാധ്യതയും കാണത്തില്ല. പക്ഷെ യോസേഫ് ഒരുത്തനെ കണ്ടപ്പോൾ ബാക്കി 10 പേരുടെയും കയ്യിലിരിപ്പ് മറന്നു. ഒരു ബെന്യാമീനെ കണ്ടപ്പോൾ. ഇന്ന് പകൽക്കാലം ഞാൻ നിന്നോട് പറയട്ടെ, നിന്റെ കുടുംബത്തിലെ ബെന്യാമീൻ നീയാണ്. എന്നെ കണ്ട് ദൈവം ഒരു നന്മ ചെയ്യും. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, നിങ്ങളുടെ പേരൻസ് എന്ത് ചെയ്തു എന്നുള്ളതല്ല, നിങ്ങളുടെ പേരൻസ് പ്രാർത്ഥിച്ചോ, ജോലി ഉണ്ടായിരുന്നോ, ബിസിനസ് ചെയ്തോ, വീട് വെച്ചോ, അവരെവിടെ എത്തി, അവരാരായി തീർന്നു എന്നുള്ളതല്ല. ദൈവം നിന്നെ കണ്ടിട്ട് നിന്റെ ഫാമിലിയിൽ എന്ത് ചെയ്യും? ദൈവം നിന്നെ കണ്ടിട്ട് നിന്റെ തലമുറയിൽ എന്ത് ചെയ്യും? യോസേഫ് ബെന്യാമീനെ കണ്ടപ്പോൾ ഇവരെ എൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവാ, ഒരു മൃഗത്തെ അറുത്ത് ഇവർക്ക് ഇന്ന് എന്നോടുകൂടെ വിരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. അത്രയും നേരം ആമേൻ, അഭയാർത്ഥികളായി വന്ന് ആഹാരത്തിന് വേണ്ടി കെഞ്ചി നിന്ന മനുഷ്യർ ഇപ്പോൾ അവർ ആരായി തീർന്നെന്നറിയാമോ? അവർ ആ രാജ്യത്തിലെ പൗരന്മാരായി, അവർ ആ രാജ്യത്തിലെ പ്രധാനമന്ത്രിയുടെ കുടുംബക്കാരായി തീർന്നു. ബന്ധം മാറി, ലെവല് മാറി, സിറ്റുവേഷൻ മാറി. മുഴുവനും ഒരൊറ്റ കാരണത്തിൽ. എന്ത് കാരണത്തിൽ? യോസേഫ് ബെന്യാമീനെ കണ്ടു. നിന്നെ ഒരുത്തനെ കണ്ട് നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറ്റാൻ ദൈവത്തിന് കഴിയും. നിന്നെ ഒരുത്തനെ കണ്ട് നിന്റെ തലമുറയുടെ അവസ്ഥ മാറ്റാൻ ദൈവത്തിന് കഴിയും. ഇത് അമേൻ. ഹന്ന പറഞ്ഞു, അമേൻ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പെനിന്ന വന്നിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എൽക്കാന വന്നിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ദൈവം ഒരു പ്രവാചകനെ ജനിപ്പിക്കും. ഈ ദാൻ തുടങ്ങി ബേർഷേബ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രവാചകനെ ദൈവം ഇവിടെ ജനിപ്പിക്കുക. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ എൻ്റെ സങ്കടം നോക്കി ഒരു പ്രവാചകനെ ഇവിടെ എഴുന്നേൽപ്പിക്കുക. ബഹൂരീമിൽ വെച്ച് ശിമയി പ്രാകുമ്പോൾ ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ സങ്കടം നോക്കി ഈ ശാപത്തിന് പകരം ദൈവം എനിക്ക് അനുഗ്രഹത്തെ തരാം. ഇന്ന് പകൽക്കാല കണ്ണുകളെ അടച്ച് ചില സമയം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. എൻ്റെ ദൈവമേ, എന്നെ കണ്ടൊരു അനുഗ്രഹം ചെയ്യണോ? ആമേൻ. എന്നെ കണ്ടൊരു അനുഗ്രഹം ചെയ്യണോ? എന്നെ കണ്ടൊരു നന്മ ചെയ്യണോ? എന്നെ ഒന്ന് കാണണമേ. ഞാനതിനെ 3 തലത്തിൽ പറയുകയാണ്. ഒന്ന്, ദൈവം നിന്നെ കണ്ട് നിന്റെ ദേശത്തിൽ ചില വിടുതലുകളെ അയക്കുക. നിന്നെ ഓർത്ത് നിന്റെ ദേശത്തിൽ ചില ഉണർവുകളെ ദൈവം അയക്കുക. 2, നിന്നെ ഓർത്ത് നിന്നെ കണ്ട് നിന്റെ സഭയിൽ ഒരു ഉണർവിനെ ദൈവം അയക്കുക. ഞാൻ മുഖാന്തരം ഈ സഭയിൽ ഒരു ഉണർവുണ്ടാകും. എത്ര പേർ വിശ്വസിക്കുന്നു? 3-ാമത്തെ ഭാഗം, ഞാൻ മുഖാന്തരം എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, ഞാൻ മുഖാന്തരം എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പകൽക്കാല 3 തലങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ തുറന്നു വെക്കുന്നു. ഞാൻ മുഖാന്തരം ദേശം അനുഗ്രഹിക്കപ്പെടും, ഞാൻ മുഖാന്തരം കുടുംബം അനുഗ്രഹിക്കപ്പെടും, ഞാൻ മുഖാന്തരം സഭ അനുഗ്രഹിക്കപ്പെടും. ഇതിലേത് മേഖലയ്ക്കകത്താ നിനക്ക് പിടിക്കാൻ തോന്നുന്നത്? ഈ സഭയുടെ ഒരു ഉണർവിന്, ഈ കാലഘട്ടത്തിലെ ഒരു ഉണർവിന് ദൈവം എന്നെ ഉപയോഗിക്കണമെന്ന് എത്ര പേർ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നു? ഞാൻ മുഖാന്തര രാജ്യങ്ങൾ ഉണർത്തപ്പെടണോ? ഞാൻ മുഖാന്തര സഭകൾ ഉണർത്തപ്പെടണോ? ഞാൻ ഈ കാലഘട്ടത്തിനെ ചലിപ്പിക്കുന്ന ഒരു പ്രവാചകനായി മാറണോ? ഈ കാലഘട്ടത്തെ ചലിപ്പിക്കുന്ന ഒരു അപ്പോസ്തലിക അധികാരം എൻ്റെ മേൽ വീഴണോ? ഈ കാലഘട്ടത്തെ ചലിപ്പിക്കുന്ന ഒരു ഉണർവിൻ്റെ അഗ്നി എൻ്റെ മേൽ പകരണോ? ഇന്ന് പകൽ എത്ര പേർ പ്രാർത്ഥിക്കുന്നു? എന്നെ കണ്ട് ദൈവം ഒരു തലമുറയോട് ഇടപെടോ? എന്നെ കണ്ട് ദൈവം ഒരു രാജ്യത്തോട് ഇടപെടോ? 2, എന്നെ കണ്ട് ദൈവം സഭകളിൽ ഒരു ഉണർവിനെ അയക്കുക. സഭകൾക്കൊരു അഗ്നി നാവായി ഞാൻ മാറോ? ഈ കാലഘട്ടത്തിൽ ഒരു ഉണർവിൻ്റെ അഗ്നിയായി ഞാൻ മാറോ? എന്നെ കണ്ട് ദൈവം ചിലത് ചെയ്യും.